ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് Mcom തേർഡ് സെമസ്റ്റർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു സ്പെഷ്യൽ റിവിഷൻ പാക്കേജാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 1, മൊഡ്യൂൾ 3, മൊഡ്യൂൾ 4 ഓൾറെഡി നമ്മൾ എടുത്ത ക്ലാസ്സുകളാണ്. പക്ഷേ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഒരു ഫാസ്റ്റ് റിവിഷനാണ്. 1 അവർ കൊണ്ട്, അതായത് 1 മണിക്കൂർ കൊണ്ട് ഈ 3 മൊഡ്യൂൾ നമ്മൾ എന്തെങ്കിലും കവർ ചെയ്യും. ഇതൊരു ഫാസ്റ്റ് സ്പെഷ്യൽ റിവിഷൻ പാക്കേജാണ്. ഓൾറെഡി നമ്മൾ ഈ മൊഡ്യൂളൊക്കെ ക്ലാസ്സുകൾ എടുത്തതാണ്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് സ്റ്റഡി ചെയ്യുന്നത് 1 അവർ സ്റ്റഡി വിത്ത് മീ. ഓക്കെ, 1 അവർ സ്റ്റഡി വിത്ത് മീ ചലഞ്ചാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മൊഡ്യൂൾ 1, മൊഡ്യൂൾ 3, മൊഡ്യൂൾ 4 പെട്ടെന്ന്, അതായത് 1 അവർ കൊണ്ട് നമ്മളിത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. വെയിറ്റ്, Module 1, where is Module 1? Module 1. Yes. Module 1. An overview of financial markets, nature, function, money market, capital market for derivatives, working of stock exchange in India, NSE and BSE, role of SEBI, major international stock market. അപ്പോൾ ഇത് പ്രധാനമായിട്ട് ഓൾറെഡി നിങ്ങൾക്ക് എടുത്തുന്ന ക്ലാസ്സാണ്. ഇത് നമ്മൾ ഫാസ്റ്റ് റിവൈസ് ചെയ്യുകയാണ്. ഓൾറെഡി നിങ്ങൾക്ക് ഇത് പഠിച്ചിട്ടുണ്ടാകും. നിങ്ങൾ ഓൾറെഡി ഞാൻ ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതൊരു ഫാസ്റ്റ് റിവിഷനായിട്ട് നമുക്ക് ഇതിനെ ഈ ഒരു ക്ലാസ്സിനെ കണക്കാക്കാം. അതായത് എക്സാമിൻ്റെ തലേന്നൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ക്ലാസ് നോക്കുകയാണെങ്കിൽ കൂടുതൽ ഉപകാരപ്പെടും. കാരണം 1 മണിക്കൂർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, 3 മൊഡ്യൂൾ കവർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. കമ്പോണൻസ് ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ നമുക്ക് 4 ആയിട്ട് തിരിക്കാം. എങ്ങനെയൊക്കെയാണ്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസ്. ഇതിൽ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് മൊഡ്യൂൾ 1 പഠിക്കാനുള്ളത് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആണ്. ഫിനാൻഷ്യൽ മാർക്കറ്റിനെ വീണ്ടും നമുക്ക് 2 ആയിട്ട് തിരിക്കാം. എങ്ങനെയൊക്കെയാണ്? മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഓക്കെ, ഈ ഒരു ഡയഗ്രാം നിങ്ങൾ പ്രധാനമായിട്ട് ഓർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കാം. മീനിങ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ കമ്പോണൻസ് ഓഫ് ദ ഫിനാൻഷ്യൽ സിസ്റ്റം. നമ്മളിപ്പോൾ കണ്ട ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഒരു കമ്പോണൻ്റ് ആണ്. അതായത് ഈ മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയാൻ വേണ്ടി പറ്റും. മൊത്തത്തിൽ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയാൻ വേണ്ടി പറ്റും. ഈ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. Okay, it is one of the components of the financial system. It helps buying and selling of short-term and long-term instruments. Then, major functions of financial market. You can see that. Now, we code word in the BPA relay. Functions of financial market: borrowing and lending, price determination, information aggregation and coordination, risk sharing, liquidity and efficiency. But we code word in the BPA relay. B എന്താണ്? ബോറോയിങ് ആൻഡ് ലെൻഡിങ്. P എന്താണ്? പ്രൈസ് ഡിറ്റർമിനേഷൻ. I എന്താണ്? ഇൻഫർമേഷൻ അഗ്രിഗേഷൻ ആൻഡ് കോഓർഡിനേഷൻ. റിസ്ക് ഷെയറിംഗ്, ലിക്വിഡിറ്റി, എഫിഷ്യൻസി. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ഫംഗ്ഷൻസ്. അതായത് നമുക്ക് കടം വാങ്ങാനും കടം കൊടുക്കാനും സഹായിക്കുന്നു. ഓക്കെ, ഷെയറുകൾ വാങ്ങുന്നു, നമ്മൾ ഷെയറുകൾ വിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? ഫിനാൻഷ്യൽ മാർക്കറ്റ്, അതായത് ഫിനാൻഷ്യൽ മാർക്കറ്റ് നമുക്ക് വീണ്ടും 2 ആയിട്ട് തിരിക്കാം. എങ്ങനെയൊക്കെയാണ്? പ്രധാനമായിട്ട് 2 ആയിട്ട് തിരിക്കാം. ക്യാപിറ്റൽ മാർക്കറ്റ് എന്നും മണി മാർക്കറ്റ് എന്നും. ഓക്കെ, ക്യാപിറ്റൽ മാർക്കറ്റ് എന്നും മണി മാർക്കറ്റ്. ഇതിൽ മണി മാർക്കറ്റ് എന്താണ്? ഷോർട്ട് ടേം സെക്യൂരിറ്റീസ് ആണ്. ക്യാപിറ്റൽ മാർക്കറ്റ് ലോങ് ടേം സെക്യൂരിറ്റീസ് ആണ്. മണി മാർക്കറ്റ് ഷോർട്ട് ടേം സെക്യൂരിറ്റീസ്, ക്യാപിറ്റൽ മാർക്കറ്റ് ലോങ് ടേം സെക്യൂരിറ്റീസ്. ഓക്കെ, അപ്പോൾ ബോറോയിങ് ആൻഡ് ലെൻഡിങ്, പ്രൈസ് ഡിറ്റർമിനേഷൻ. യെസ്, അതർ പോയിന്റ്സ് യു ക്യാൻ റിഫർ ഇറ്റ് അറ്റ് യുവർ ഓൺ. ദെൻ ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ടും നമുക്ക് 2 ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? മണി മാർക്കറ്റ് എന്നും ക്യാപിറ്റൽ മാർക്കറ്റ് എന്നും പ്രധാനമായിട്ടും 2 ആയിട്ട് തിരിക്കാം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് 2 ആയിട്ടാണ്. പക്ഷേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പ്രധാനമായിട്ട് 5 ആയിട്ട് തിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പ്രധാനമായിട്ടും മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ് മാത്രം എഴുതിയാലും നിങ്ങൾക്ക് ഏകദേശം മുഴുവൻ മാർക്ക് തന്നെ കിട്ടും. എങ്കിലും നിങ്ങൾ ഈ ഒരു എക്സ്ട്രാ ക്ലാസിഫിക്കേഷൻ കൂടെ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതർസ് വെള്ളം, വാട്ടർ ഉണ്ടോ? കൊണ്ടുവരാ. ഓക്കെ, വെള്ളം. ഓക്കെ, ഓക്കെ. അതിൽ മണി മാർക്കറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം നോർമലി അപ് ടു 1 ഇയർ. ക്യാപിറ്റൽ മാർക്കറ്റ് ലോങ് ടേം മോർ ദാൻ 1 ഇയർ. ഫിനാൻഷ്യൽ ഗ്യാരണ്ടി മാർക്കറ്റ് ഗ്യാരണ്ടി ഓഫ് എ റെപ്യൂട്ടഡ് പേഴ്സൺ ഫോർ ഗെറ്റിംഗ് എ ലോൺ. അതായത് നമ്മളിപ്പോൾ ജാമ്യത്തിലൊക്കെ നിന്നിട്ടാണ് നമുക്ക് ബാങ്കിലൊക്കെ ഒരു ലോൺ കിട്ടണമെങ്കിൽ, അതായത് വേറെ ഏതെങ്കിലും റെപ്യൂട്ടഡ് സാലറി പേഴ്സൺ എന്ത് ചെയ്യണം? ജാമ്യത്തിൽ നിൽക്കണം. ഗ്യാരണ്ടി ഓഫ് എ റെപ്യൂട്ടഡ് പേഴ്സൺ വേണം. ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ ഗ്യാരണ്ടി മാർക്കറ്റ്. ദെൻ ഫിനാൻഷ്യൽ മോർട്ടഗേജ് മാർക്കറ്റ്, നമ്മൾ എന്തെങ്കിലും സ്ഥലം വിറ്റിട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മോർട്ടഗേജ് സെക്യൂരിറ്റീസ് വിറ്റിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇൻസ്ട്രുമെന്റ്സ് വാങ്ങുകയാണെങ്കിൽ. ദെൻ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ഡീൽസ് ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ. ദെൻ മണി മാർക്കറ്റ് ഫീച്ചേഴ്സ് യു ക്യാൻ റിഫർ ഇറ്റ്. ഷോർട്ട് ടേം ഫണ്ട്സ് ലെസ് ദാൻ 1 ഇയർ ആണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് പ്രധാനമായിട്ടും നമ്മൾ പറയാം. ലെസ് ദാൻ 1 ഇയർ ആണ് നമ്മൾ പ്രധാനമായിട്ടും പറയാം. ദെൻ ഷോർട്ട് ടേം ഫണ്ട്സ് ആണ്. ലെസ് ദാൻ 1 ഇയർ എന്ന് പറയുമ്പോൾ എന്താണ്? ഷോർട്ട് ടേം ഫണ്ട്സ് ആണ്.
ട്രാൻസാക്ഷൻ ക്യാരി ത്രൂ ഓറൽ, നമുക്ക് വേണമെങ്കിൽ പറഞ്ഞുകൊണ്ട് ട്രാൻസാക്ഷൻ നടത്താം, അല്ലെങ്കിൽ ടെലിഫോൺ വേയിലൂടെ നടത്താം. നോ നീഡ് ഓഫ് എ പർട്ടിക്കുലർ പ്രൈസ് ആവശ്യമില്ല. ട്രേഡേഴ്സ് ആർ ബോറോവേഴ്സ്, മാനുഫാക്ചേഴ്സ്, ഇവരൊക്കെയാണ് ഇതിൽ ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ, ഫീച്ചേഴ്സ് ഓഫ് എ വെൽ ഓർഗനൈസ്ഡ് മണി മാർക്കറ്റ്. ഇവിടെ കോഡ് ഉണ്ട്, വി ആസ്. ഓക്കെ, വെൽ ഓർഗനൈസ്ഡ് ബാങ്കിങ് സിസ്റ്റം. W, E എന്ന് പറയുന്ന എക്സിസ്റ്റൻസ് ഓഫ് എ സെൻട്രൽ ബാങ്ക്, എക്സിസ്റ്റൻസ് ഓഫ് സെക്കൻഡറി മാർക്കറ്റ്. ദെൻ A എന്ന് പറയുന്നത് അവൈലബിലിറ്റി ഓഫ് പ്രോപ്പർ, A മീൻസ് അവൈലബിലിറ്റി ഓഫ് പ്രോപ്പർ ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ്സ്. ദെൻ നെക്സ്റ്റ് A, ആംബിൾ സപ്ലൈ ഓഫ് ഫണ്ട്സ്. നെക്സ്റ്റ് A സ്ക്വയർ ഉണ്ട് ഇവിടെ, വി എന്ന് പറയുന്ന E സ്ക്വയർ ആണ്, A സ്ക്വയർ ഉണ്ട്, അതായത് എയിൽ തുടങ്ങുന്ന 2 പോയിന്റ്സ് ഉണ്ട്. അവൈലബിലിറ്റി ഓഫ് പ്രോപ്പർ ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ്സ്, ആംബിൾ സപ്ലൈ ഓഫ് ഫണ്ട്സ്. ദെൻ S മീൻസ് സഫീഷ്യൻറ്റ് റിസോഴ്സ്. ഞാനിവിടെ റെഡ് പോയിന്റിലൊക്കെ കൊടുത്തത് നിങ്ങൾക്ക് ഈ റെഡിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് നോക്കുക, അതായത് ഈ ഒരു കോഡ് ഉപയോഗിച്ച് പഠിക്കാം. ബാക്കിയുള്ള പോയിന്റ്സ് നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കുക. പ്രോപ്പർ കോർഡിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് സെക്ടേഴ്സ്, പ്രസൻസ് ഓഫ് എ ബിൽസ് മാർക്കറ്റ്, ലാക്ക് ഓഫ് ഡൈവേഴ്സിറ്റി ഇൻ മണി റേറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് ഇന്ത്യൻ വെൽ ഓർഗനൈസ്ഡ്, അതായത് നല്ല രീതിയിലുള്ള ഒരു മണി മാർക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാം. അതായത് ഒരു വെൽ മണി മാർക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യാം. ദെൻ ഫങ്ഷൻസ് ഓർ ഇമ്പോർട്ടൻസ്, അഡ്വാൻറ്റേജസ്, എനിത്തിങ് ഓഫ് മണി മാർക്കറ്റ്. സാമ്പത്തിക ഡെവലപ്മെന്റ്, സാമ്പത്തിക വികസനം. ഇക്കണോമിക് ഡെവലപ്മെന്റ് സഹായിക്കുന്നു. ലിക്വിഡിറ്റി ഇൻ ഇൻവെസ്റ്റ്മെന്റ്, എളുപ്പത്തിൽ ക്യാഷ് ആക്കി മാറ്റാൻ വേണ്ടി പറ്റുന്നു. എഫക്റ്റീവ് ഇംപ്ലിമെന്റേഷൻ RBI പോളിസി നല്ല രീതിയിൽ നടത്താൻ വേണ്ടി പറ്റുന്നു. ഷോർട്ട് ടേം ഫണ്ട്സ് നീഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം. ഇൻഫ്ലേഷൻ മീൻസ്, ഒരു സിമ്പിൾ എക്സാമ്പിൾ ഇൻഫ്ലേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ സാധനങ്ങൾക്ക് വില കൂടുന്നതിന് ഇൻഫ്ലേഷൻ എന്ന് പറയാം. ഓക്കെ, സാധനങ്ങൾക്ക് ഒറ്റയടിക്ക് വില കൂടും. ഇപ്പോൾ ഉള്ളിക്കൊക്കെ പെട്ടെന്ന് വില കൂടും, അതാണ് ഇൻഫ്ലേഷൻ, അത്രേ ഉള്ളൂ. ഇറ്റ് ഹെൽപ്സ് ദ ഗവൺമെന്റ് ടു മീൻസ് ഫണ്ട് ഡെഫിസിറ്റ്, ഫണ്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സഹായിക്കുന്നു. എൻകറേജസ് സേവിങ്സ്, ഇൻവെസ്റ്റ്മെന്റ്, ഫെയർ റിട്ടേൺ ആൻഡ് to get more employment opportunities. Okay. Then money market instruments, treasury bill, call or notice money, commercial bill, certificate of deposit, commercial paper, interbank participation certificate, money market mutual fund repos. ഇവിടെ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള 2 ചോദ്യങ്ങൾ. ഒന്ന്, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയെന്ന് ചോദിക്കാം, ഒരു ചോദ്യം. അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് എഴുതേണ്ടത്. Then ഇത് കൂടാതെ ഒരു ചോദ്യം കൂടെ ചോദിക്കാം, ടൈപ്പ് ഓഫ് മണി മാർക്കറ്റ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ടൈപ്പ് ഓഫ് മണി മാർക്കറ്റ് ഏതൊക്കെ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് മണി മാർക്കറ്റ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഒരു മാർക്കറ്റ് ഇട്ട് കൊടുക്കണം. അതായത് ട്രഷറി ബിൽ മാർക്കറ്റ്, കോൾ ഓർ നോട്ടീസ് മണി മാർക്കറ്റ്. ടൈപ്പ് ഓഫ് മണി മാർക്കറ്റ് എന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ അത് മാർക്കറ്റാണ്. അതായത് ട്രഷറി ബില്ല് വിൽക്കുന്ന മാർക്കറ്റാണ് ട്രഷറി ബിൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങളോട് മണി മാർക്കറ്റ്, ടൈപ്പ് ഓഫ് മണി മാർക്കറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഒക്കെ ഒരു മാർക്കറ്റ് ഇട്ട് കൊടുക്കണം. കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ് മാർക്കറ്റ്, അങ്ങനെ എല്ലാത്തിനും കൂടെ ഒരു മാർക്കറ്റ് ഇട്ട് കൊടുക്കണം. അതായത് ടൈപ്സ് ഓഫ് മണി മാർക്കറ്റ് എന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ. ടൈപ്സ് ഓഫ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് ചോദിക്കുകയാണെങ്കിലോ ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ട്രഷറി ബിൽ, കോൾ ഓർ നോട്ടീസ് മണി, കൊമേഴ്ഷ്യൽ ബിൽ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ്, കൊമേഴ്ഷ്യൽ പേപ്പർ, ഇന്റർബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ്, മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്സ്, റിപ്പോസ്. ദെൻ കോമൺ അഡ്വാൻറ്റേജസ് ഓഫ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്. ഇപ്പോൾ പറഞ്ഞ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സിന്റെ കോമൺ അഡ്വാൻറ്റേജസ് എല്ലാത്തിലും എഴുതാൻ വേണ്ടി പറ്റുന്നത്. അതായത് ഏതിൽ എഴുതാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ, ലിക്വിഡിറ്റി, മോർ റിട്ടേൺസ്, ഷോർട്ട് ടേം ഫണ്ട്സ്, ഈസിലി കൺട്രോൾ ഇൻഫ്ലേഷൻ, economic development. Okay. Then first one, treasury bill. Treasury bill issued by government or RBI. It is a kind of promissory note issued by government. Minimum denomination is 25,000. That means minimum denomination 25,000 എന്ന് പറയുന്നത്, അതായത് 25,000 ഡിനോമിനേഷൻ, 25,000, 50,000, 75,000, അങ്ങനെ അതിന്റെ ഡിനോമിനേഷൻസ് മാത്രം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ട്രഷറി ബിൽ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. മെച്യൂരിറ്റി പീരീഡ് ലെസ് ദാൻ 1 year. ഏത് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ചോദിച്ചു കഴിഞ്ഞാൽ മെച്യൂരിറ്റി എന്തായിരിക്കും, ലെസ് ദാൻ 1 year ആയിരിക്കും. അത് എല്ലാത്തിനും കോമൺ ഫീച്ചേഴ്സ് എഴുതാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ്. ദെൻ ഇതിന്റെ അഡ്വാൻറ്റേജസ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഏതൊക്കെ എഴുതാം? നമ്മൾ ആദ്യം പഠിച്ചത് കോമൺ അഡ്വാൻറ്റേജസ് ഓഫ് ഓൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്. ഇതൊക്കെ നിങ്ങൾക്ക് ട്രഷറി ബില്ലിന്റെ അഡ്വാൻറ്റേജ് ചോദിച്ചാലും, സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റിന്റെ അഡ്വാൻറ്റേജ് ചോദിച്ചാലും, ഒബ്ജക്റ്റീവ് ചോദിച്ചാലും, ഇമ്പോർട്ടൻസ് ചോദിച്ചാലും, എനിത്തിങ് യു ക്യാൻ റൈറ്റ് ഇറ്റ് ഈസിലി. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, കോൾ ഓർ നോട്ടീസ് മണി. എമൗണ്ട് ബോറോഡ് ഓൺ ഓവർനൈറ്റ് ബേസിസ്. ഒരു ഡേ മുതൽ 14 ദിവസം വരെ നമ്മളൊരു കടം വാങ്ങുകയാണെങ്കിൽ അതിനെ കോൾ ഓർ നോട്ടീസ് മണി എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? No collateral securities required. That means like നമ്മളിപ്പോൾ ഒരു ലോൺ എടുക്കുന്ന സമയത്ത് നമ്മളോട് ചിലപ്പോൾ വീടിൻ്റെ ആധാരം അങ്ങനെയൊക്കെ ചോദിക്കും അല്ലേ, അതൊന്നും വേണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. നോ കൊളാറ്ററൽ സെക്യൂരിറ്റീസ്, വെരി ഷോർട്ട് ഇൻസ്ട്രുമെന്റ്. ദെൻ കൊമേഴ്ഷ്യൽ ബിൽസ്. Goods are sold on credit. Seller draws this commercial bill. Who draws? Seller.
Seller draws this commercial bill. This can be discounted with banks. Maturity period less than 1 year. These are negotiable instruments or less maturity period less than 1 year. Short-term instruments. Okay. Then types of commercial bill. There are 4 commercial bill: demand bills and terms bill, clean bill and documentary bill, inland bill and foreign bill, accommodation, and this one is and supply bills. Okay. This one will be actually ഞാൻ ഓൾറെഡി എടുത്തതാണ്, നേരത്തെ ക്ലാസ്സിൽ എടുത്തതാണ്. ഇത് നമ്മളൊരു പ്രോപ്പർ ഫാസ്റ്റ് റിവിഷൻ ആണ്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തീർക്കണം. അതുകൊണ്ട് നിങ്ങളിത് സെൽഫായിട്ട് റിവൈസ് ചെയ്യാം. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ദെൻ സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ്സ്, ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ഡീമെറ്റീരിയലൈസ്ഡ് ഫോം. ഡീമെറ്റീരിയലൈസ്ഡ് മീൻസ് ഇലക്ട്രോണിക് ഫോം. Can be issued by commercial bank. Maturity period less than 1 year. Usually issued at a face value. Face value means like that means 10 rupees-നാണ് നമ്മളൊരു ഷെയർ ഇഷ്യൂ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അതായത് ഒരു ഷെയറിൻ്റെ പ്രൈസ് 10 rupees ആണ്. ചില സാഹചര്യങ്ങളിൽ നമ്മൾ 12 രൂപയ്ക്കും പ്രീമിയം ആയിട്ടും 8 രൂപയ്ക്ക് ഡിസ്കൗണ്ട് ആയിട്ടൊക്കെ ഇഷ്യൂ ചെയ്യാറുണ്ട്. അതായത് 10 രൂപയുടെ ഷെയർ 12 രൂപയ്ക്ക് വെക്കാം, 8 രൂപയ്ക്ക് വെക്കാം. 12 രൂപയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ 10 രൂപയുടെ ഷെയർ 12 രൂപയ്ക്ക് വെച്ചാൽ 2 രൂപ ലാഭത്തിനാണ് നമ്മൾ വെക്കുന്നത്. അതിനെ പ്രീമിയം എന്നാ പറയാം. 2 രൂപ നഷ്ടത്തിനാണെങ്കിലോ 8 രൂപയ്ക്ക് വെക്കുന്നെങ്കിലോ അതിന് നമുക്ക് ഡിസ്കൗണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റും. ഡിസ്കൗണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ നമ്മളോട് പറയുന്നത് ഇപ്പോൾ ഫേസ് വാല്യൂ തന്നെ ഇഷ്യൂ ചെയ്യണമെന്നാണ്. അതായത് 10 രൂപയ്ക്ക് തന്നെ ഇഷ്യൂ ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. ദ നെക്സ്റ്റ് വൺ കൊമേഴ്ഷ്യൽ പേപ്പർ. ഇറ്റ്സ് ലൈക്ക് എ ഫോം ഓഫ് പ്രൊമിഷറി നോട്ട്. പ്രൊമിഷറി നോട്ട്, ദാറ്റ് മീൻസ് it's like a promise. I will give like that means ഞാൻ നിങ്ങൾക്ക് കൊമേഴ്ഷ്യൽ പേപ്പർ, അതായത് ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് കൊമേഴ്ഷ്യൽ പേപ്പർ വാങ്ങി അതിൻ്റെ എമൗണ്ട് ഞാൻ നിങ്ങൾക്ക് ഭാവിയിൽ തരാം. അതായത് ഇന്ന ഡേറ്റിൽ ഞാൻ നിങ്ങൾക്ക് തരാം. ലൈക്ക് എനിക്കിപ്പോൾ കുറച്ച് പണം ആവശ്യമുണ്ട്, ഞാൻ എന്ത് ചെയ്യണം, കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ അതിൻ്റെ എന്താണ് പറയുക, അതിൻ്റെ കൊമേഴ്ഷ്യൽ പേപ്പർ ലൈക്ക് എ പ്രൊമിഷറി നോട്ടാണ്, ഒരു പ്രോമിസാണ്. അതായത് ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കത് 2 മാസത്തിനുള്ളിൽ ഒരു വർഷത്തിനുള്ളിലൊക്കെ തിരിച്ചു തരാം. ഒരു വർഷത്തിനുള്ളിൽ, അതായത് ലെസ് ദാൻ 1 year ആണ് കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന്. ലൈക്ക് എ പ്രോമിസ്, ഐ വിൽ ഗിവ് യു, ഓക്കെ, ഐ വിൽ റിട്ടേൺ ടു യു. അതായത് ഞാൻ നിങ്ങൾക്ക് അത് തിരിച്ചു തരാം, നിങ്ങളുടെ കയ്യിൽ നിന്ന് എത്രയാണോ പണം വാങ്ങിയത് അത് തിരിച്ചു തരാം. ലൈക്ക് ദാറ്റ്. ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ 1990. ടൈപ്സ് ഓഫ് കൊമേഴ്ഷ്യൽ പേപ്പർ, there may be direct paper and indirect paper. Direct paper without intermediary, indirect paper with intermediary. There may be broker in indirect paper. Direct paper, there is no broker. Okay. Indirect paper, there may be broker. Okay. Then master, new forms of recent forms of commercial paper. Master note, medium term notes, asset backed commercial paper. This one is new or new version of commercial paper. Just remember the name only. Then interbank participation certificate 1977. Money market instrument between ബാങ്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടം വാങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇഷ്യൂ ചെയ്യുന്നതാണ് ഇന്റർബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ലെസ് ദാൻ 1 year. Okay. The next one, money market mutual fund. It is also be less than 1 year, like a mutual fund. Mutual fund എന്ന് പറയുന്നത് എന്താ? മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് എന്താ? അതായത് നമ്മൾ പല തരത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഒരു ബാങ്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ബാങ്ക് എന്തെങ്കിലും കാരണവശാൽ നഷ്ടം സംഭവിച്ചാൽ ബാങ്ക് അടച്ചിടുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായ നഷ്ടം വരും. അതായത് എൻ്റെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപയുണ്ട്, ഞാൻ ബാങ്കിൽ തന്നെ മുഴുവനായിട്ട് നിക്ഷേപിക്കുകയാണെങ്കിലോ ആ ബാങ്ക് എന്തെങ്കിലും കാരണവശാൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ 10 ലക്ഷം രൂപയും ചിലപ്പോൾ എനിക്ക് നഷ്ടപ്പെടാം. ഓക്കെ. അപ്പോൾ ഞാൻ ഈ 10 ലക്ഷം രൂപയിൽ പല സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യണം. അതായത് 2 ലക്ഷം ഞാൻ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തു, 2 ലക്ഷം ഒരു ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തു, 2 ലക്ഷം മറ്റൊരു ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ ഡൈവേഴ്സ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്താ പറയുക, മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയാം. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയാം. മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, അത് ലെസ് ദാൻ 1 year ആയിരിക്കും അതിന് മെച്യൂരിറ്റി വേണം. മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. ഓക്കെ. ദെൻ റീപർച്ചേസ് എഗ്രിമെന്റ് ഓർ റിപ്പോസ്, അതായത് ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് സെക്യൂരിറ്റി വാങ്ങാം. എൻ്റെ കയ്യിൽ അനദർ എക്സാമ്പിൾ ഞാൻ പറയാം. എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ ഈ സെക്യൂരിറ്റി വാങ്ങിക്കോളൂ. അതിന് പകരമായിട്ട് നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്നാണല്ലോ നിങ്ങൾ സെക്യൂരിറ്റി വാങ്ങുന്നത്, എനിക്കൊരു 10 ലക്ഷം രൂപ തരണം. ഒരു 5 വർഷം കഴിഞ്ഞ് ഞാൻ അത് തിരിച്ചു വാങ്ങിക്കോളാം, കാരണം എനിക്ക് വേണ്ട സാധനമാണ്. ഓക്കെ, ഞാൻ തിരിച്ചു വാങ്ങിക്കോളാം. റീപർച്ചേസ്. ഓക്കെ, റീപർച്ചേസ് ഷോർട്ട് പീരീഡ്. കൊളാട്രൽ ലോൺ, ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ കൊളാട്രൽ ബേസിസ്. ദാറ്റ് മീൻസ് അസറ്റ് സെക്യൂരിറ്റീസ് ആയിട്ട് കൊടുക്കുക. അതായത് നമ്മളിപ്പോൾ ലോൺ വാങ്ങുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ കൂടെ ഒരു വീടൊക്കെ ഈടായിട്ട് കൊടുക്കും, അല്ലെ, സെക്യൂരിറ്റി ഈടായിട്ട് കൊടുക്കും. ലൈക്ക് ദിസ് വൺ, വീട്. അതായത് ഞാനിപ്പോൾ ഒരു ബാങ്കിൽ പോയി ലോൺ എടുത്തു. ഓക്കെ. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഞാനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ബാങ്ക് ചോദിക്കും, നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും ലോൺ തരണം, അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ലോൺ തരണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ സെക്യൂരിറ്റി ബാങ്കിന് കൊടുക്കണം. ഓക്കെ, ബാങ്കിന് കൊടുക്കണം. ദാറ്റ് ഈസ് കൊളാട്രൽ ബേസിസ്. Then capital market. Second one, capital market. First one, money market. Second one, capital market. SEBI regulates the capital market. Capital market, long-term security, medium and long-term security. That means more than 1 year. More than 1 year securities here
ഫോക്കസ്. സെബി റെഗുലേറ്റ്സ് ദ ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിൽ എന്ന് പറയുന്നത് ഷെയർ, ഡിബഞ്ചർ ഒക്കെയാണ്. മണി മാർക്കറ്റിലോ മണി മാർക്കറ്റ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മണി മാർക്കറ്റിൽ വരിക. ലൈക്ക് ട്രഷറി ബിൽ, അതൊക്കെയാണ് മണി മാർക്കറ്റിൽ വരിക. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സിൽ വരിക. ക്യാപിറ്റൽ മാർക്കറ്റിൽ വരെ ഷെയർ, ഡിബഞ്ചർ ഒക്കെയാണ്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് ഫംഗ്ഷൻ ത്രൂ ഇന്റർമീഡിയറീസ് സച്ച് ആസ് മെർച്ചന്റ് ബാങ്കേഴ്സ്, ബബ്രോക്കേഴ്സ്, അണ്ടർറൈറ്റേഴ്സ്. ഇവിടെയൊക്കെ ആർക്ക് ആവശ്യമാണ്? മെർച്ചന്റ് ബാങ്കേഴ്സ്, ബ്രോക്കേഴ്സ്, അണ്ടർറൈറ്റേഴ്സ് ഒക്കെ വേണം. പ്രൊമോട്ട്സ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാർക്കറ്റ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് is the stock exchange. That means here is a place needed, that is stock exchange. Degree of risk is high. Then special features of Indian capital market. Main financial instruments used in the Indian capital markets are preference share, equity share, debentures. Convertible debentures. Convertible means convertible. It can be converted into equity shares. Debentures equity shares like convert ചെയ്യാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ അതിനാണ് convertible എന്ന് പറയാം. Then convertible debenture shares are widely spelling mistake, widely in Indian capital market. Mega issues are floated as a result of takeover, amalgamation. അതായത് ടേക്ക് ഓവർ ചെയ്യുന്ന സമയത്തോ അമാൽഗമേറ്റ് ചെയ്യുന്ന സമയത്തോ. അമാൽഗമേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് കമ്പനികൾ കൂടി ചേർന്ന ഒരു വലിയ കമ്പനി ആവുകയാണ്. അങ്ങനെയുള്ള സമയത്തും മെഗാ ഇഷ്യൂ എവിടെ അനുവദിച്ചിട്ടുണ്ട്? ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് അനുവദിച്ചിട്ടുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ കൂടി ചേരുന്ന സമയത്ത് ഒരുപാട് ഷെയറുകൾ അവിടെ എന്ത് ചെയ്യും? ഒന്നിക്കും. ഓക്കെ, അങ്ങനെയുള്ള സമയത്ത് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആര് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്? ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് സെബി പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഓൾ. Then avoiding underwriting by some companies to reduce cost. Then fast growth of mutual funds. Then scope or important anything of capital market, mobilization of savings. That ഇവിടെ കോഡ് ഉണ്ട്, മോളെ ഐസ് എന്നുള്ള കോഡ് വെച്ച് നമ്മൾ പഠിക്കാം. M means M squared ഉണ്ട്. Mobilization of savings, maintain liquidity investment. O means offers incentives. L means latest technology. E means economic development, economic welfare of the nation, innovation, capital formation. Okay. Then next. Recent developments in Indian capital market. You can see that stock market, that means growth of stock market. ഷെയർ മാർക്കറ്റ് നല്ല രീതിയിൽ വളർന്നു. ഓക്കെ, ഇപ്പോൾ ചെറിയ കുട്ടികൾ വരെ എന്ത് ചെയ്യുന്നുണ്ട്? ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാഞ്ഞിട്ടാണ്. ഓക്കെ, യു ക്യാൻ സീ ദാറ്റ് നമ്മളിപ്പോൾ ട്രേഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ? സ്റ്റോക്ക് മാർക്കറ്റ് നന്നായി വളർന്നു. സ്റ്റോക്ക് എക്സ്ചേഞ്ച്, സെബി റെഗുലേഷൻസ്. SEBI recognized and stock exchange all over India. Establishment of NSE, National Stock Exchange, introduction of online trading, ODCA, over-the-counter exchange of India, listing of securities, mutual fund growth, relaxation of buyback norms, അതായത് നമ്മൾ കുറച്ച് ലിബറലൈസ് ചെയ്തു, റൂൾസിലൊക്കെ കുറച്ച് ലിബറലൈസ് ചെയ്തു. ദെൻ ബോണ്ട് മാർക്കറ്റ് ഗ്രോത്ത്, ഇൻട്രൊഡക്ഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, ഫോർവേഡ് ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻ ഓപ്ഷൻ, ഇൻട്രൊഡക്ഷൻ ഓഫ് ഡിപ്പോസിറ്ററീസ്, സ്റ്റോക്ക് വാച്ച് സിസ്റ്റം. ദെൻ സ്റ്റോക്ക് വാച്ച് സിസ്റ്റം മീൻസ് SEBI, അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സെബിയുടെ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആരാണ് തീരുമാനിക്കുന്നത്? സെബിയാണ്. ദാറ്റ് ഈസ് സ്റ്റോക്ക് വാച്ച് സിസ്റ്റം. ഹിയർ ലൈക്ക് ആക്ട് ആസ് എ വാച്ച്, ഒരു വാച്ചർ പോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രവർത്തിക്കുന്ന ആരാണ്? സെബിയാണ്. അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കുന്ന റൂൾസും റെഗുലേഷൻസ് ഒക്കെ ആരാണ് പറയുന്നത്? സെബിയാണ്. ഓക്കെ, ദെൻ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, FDI, FII, and for institutional investment and for gold traded funds. Okay, then next one, capital market intermediaries or players. Here the capital market major players are investment institutions, central bank, commercial bank, non-banking financial, NBFC, national level financial institutions such as SIDBI, IFCI, and all India development banks. These are 2 points are included in the national level financial institution. Then next one, the difference. Maybe ask us a question. Difference. Money market and capital market have lot of differences. We can study at least 5 differences, and you should write at least 5 differences in your examination. That means money market and capital market, lot of differences are there. You should write at least 5 differences in your examination strategy that you make it actually. Then some of the bases that I given you here: money market and capital market. Funds, money market short term and capital market long term. Needs short term, long term. Instruments, treasury bill, commercial paper, etc. Share, debenture, etc. Less risk and more risk. And institution, central bank, commercial. ഇവിടെ പ്ലേയേഴ്സ് ആരൊക്കെ വരാം? അതായത് മണി മാർക്കറ്റ് പ്ലേയേഴ്സ് എന്ന് ചോദിക്കാം, മണി മാർക്കറ്റ് ഇന്റർമീഡിയറ്റ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ സെൻട്രൽ ബാങ്ക്, കൊമേഴ്ഷ്യൽ ബാങ്ക്, ഷെഡ്യൂൾഡ് ബാങ്ക് ഒക്കെയാണ് ഇതിൽ വരാം. ഓക്കെ, ദെൻ ഇവിടെ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഹൗസ്, ഫിനാൻഷ്യൽ ഹൗസ്, അതുപോലെ തന്നെ നമ്മളിപ്പോൾ കണ്ട NBFC, നാഷണൽ ലെവൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സെൻട്രൽ ബാങ്ക്, കൊമേഴ്ഷ്യൽ ബാങ്ക് ഒക്കെ ഇതിന്റെ വരും. ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഇന്റർമീഡിയറ്റ്സ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്, ഫിനാൻഷ്യൽ ഹൗസ് നിങ്ങൾക്ക് എക്സ്ട്രാക്ട് എഴുതാൻ വേണ്ടി പറ്റും. ദെൻ റെഗുലേറ്റർ RBI, SEBI. ദെൻ ഹിയർ മണി മാർക്കറ്റ് റെഗുലേറ്റർ RBI, ക്യാപിറ്റൽ മാർക്കറ്റ് റെഗുലേറ്റർ SEBI. Then types of classification of capital market: industrial securities market, then primary market and secondary market. Here
ക്യാപിറ്റൽ മാർക്കറ്റിന്റെ രണ്ട് പ്രധാനപ്പെട്ട ടൈപ്പ് എന്ന് പറയുന്നത് പ്രൈമറി മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ നമുക്കിവിടെ ബുക്സിൽ നമുക്ക് എക്സ്ട്രാ എന്താ പറയുക ഒരുപാട് ക്ലാസിഫിക്കേഷൻ തന്നിട്ടുണ്ട്. നിങ്ങളുടെ എക്സാമിനേഷനിൽ നിങ്ങൾ ഈ എല്ലാ അതായത് ഈ ആദ്യം നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യുക, ക്യാപിറ്റൽ മാർക്കറ്റ് ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക. അതിനുശേഷം ഈ 3 ക്ലാസിഫിക്കേഷൻ എഴുതാം. അതിനുശേഷം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഈ പ്രൈമറി മാർക്കറ്റ് സെക്കൻഡറി മാർക്കറ്റ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഓക്കെ, അത്രേ ഉള്ളൂ. അതിൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി മാർക്കറ്റ് അതിനെ രണ്ടായിട്ട് തിരിക്കാം, പ്രൈമറി മാർക്കറ്റ് സെക്കൻഡറി മാർക്കറ്റ്. നിങ്ങൾ എക്സാമിനേഷൻ വിശദീകരിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രൈമറി മാർക്കറ്റ് സെക്കൻഡറി മാർക്കറ്റ് മാത്രം എഴുതിയാൽ മതി. അല്ലാത്ത സമയത്ത് അതായത് ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പോയിന്റ്സ് ഒക്കെ കൊടുക്കാം. എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് പ്രൈമറി മാർക്കറ്റ് സെക്കൻഡറി മാർക്കറ്റ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ദെൻ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഗവൺമെന്റ് സെക്യൂരിറ്റി മാർക്കറ്റ് ഓർ ഗിൽറ്റ് എഡ്ജ് സെക്യൂരിറ്റീസ്, ലോങ് ടേം ലോൺസ് മാർക്കറ്റ്, തേർഡ് വൺ. ദെൻ പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റ് അറ്റ്ലീസ്റ്റ് 20 minutes അല്ലേ, 20 minutes മോർ. ഓക്കെ. പ്രൈമറി മാർക്കറ്റ് ഫീച്ചേഴ്സ്. ഇറ്റ് ഈസ് ദ മാർക്കറ്റ് ഫോർ ന്യൂ ഇഷ്യൂസ്, അതായത് പുതുതായിട്ടാണ് ഇവിടെ സെക്യൂരിറ്റീസ് ഒക്കെ ഇഷ്യൂ ചെയ്യുക. നേരത്തെ ഇഷ്യൂ ചെയ്ത സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു മാർക്കറ്റ് അല്ല, പുതുതായിട്ട് ഷെയറാണ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത്, അതായത് ഫ്രഷ് ക്യാപിറ്റൽ ആണ്. ദെൻ ഇറ്റ് സെക്യൂരിറ്റീസ് ഓഫേർഡ് ടു ദ പബ്ലിക് അറ്റ് ഫസ്റ്റ് ടൈം. ദെൻ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. ദെൻ functions of service or anything objectives of primary market. Origination, yes, functions of service or primary market. Origination, that is initial investigation of the study. Propagation, then underwriting, distribution. That is the functions of primary market ennu parayunnu. Then intermediary. Intermediary, who are the intermediary players in the primary market? Managers to the issue, register, underwriter, banker to an issue, broker to an issue. These are the intermediaries. Trends in the primary market: rising capital, revival of primary market dominations. That means these are the trends, recent trends. Capital raise ചെയ്യുന്നു, അതൊക്കെ സാധാരണ നമ്മൾ മാർക്കറ്റിൽ നടക്കുന്ന ട്രെൻഡ്സ് ഒക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷെയർ വാങ്ങുന്നത്, പുതിയ ഷെയർ വാങ്ങുന്നത്, അതൊക്കെ തന്നെ ഇവിടെ പറയുന്നുള്ളൂ. ജസ്റ്റ് Then methods of raising of funds in the primary market, methods of rotation of new issue. രണ്ട് രീതിയിൽ ചോദ്യം ചോദിക്കാം. പ്രൈമറി മാർക്കറ്റിൽ എങ്ങനെയൊക്കെ ഷെയർ ഇഷ്യൂ ചെയ്യാം, ന്യൂ ഇഷ്യൂ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ മെത്തേഡ്സ് ആണ് ഉപയോഗിക്കുന്നത്, ഇതൊക്കെ ചോദിക്കാം. ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് മൊഡ്യൂളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഇവിടെ നമുക്ക് അങ്ങനെ പഠിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല, കാരണം നെക്സ്റ്റ് മൊഡ്യൂളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് മെത്തേഡ്സ് ഓഫ് ന്യൂ ഇഷ്യൂ നമ്മൾ പഠിക്കാനുണ്ട്. എന്നാലും ഞാൻ ജസ്റ്റ് പോയിന്റ് പറയാം. പബ്ലിക് ഇഷ്യൂ, റൈറ്റ് ഇഷ്യൂ, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്, പ്രൈവറ്റ് പ്ലേസ്മെന്റ്, ടെൻഡർ മെത്തേഡ്, ഓഫർ ടു ക്രെഡിറ്റേഴ്സ്, ഓഫർ ടു എംപ്ലോയീസ്. ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ പഠിക്കാനുള്ളതുകൊണ്ട് നമുക്ക് ആ സമയത്ത് പഠിക്കാം. ജസ്റ്റ് റിമെമ്പർ നെയിം. പബ്ലിക് ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മൾ പറയാണ് ലൈക്ക് ഷെയർ വിൽക്കാനുണ്ട്, യു ക്യാൻ, അതായത് ലൈക്ക് പ്രോസ്പെക്ടസ് അല്ലേ, പ്രോസ്പെക്ടസ് അതായത് പബ്ലിക്കിനോട് നിങ്ങൾ പറയാണ് നമ്മുടെ കമ്പനിയുടെ ഷെയർ ഉണ്ട്, നിങ്ങൾ വന്ന് വാങ്ങിക്കോളൂ. ദാറ്റ് ഈസ് പ്രോസ്പെക്ടസ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് പോയിന്റ് റൈറ്റ് ഇഷ്യൂ. നമ്മൾ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് തന്നെ ഷെയർ കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് റൈറ്റ് ഇഷ്യൂ. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്, സെൽ സെക്യൂരിറ്റി ടു ദ ഫസ്റ്റ് ടൈം, ദാറ്റ് ഈസ് ഇനീഷ്യൽ, നെയിം ഇറ്റ് സെൽഫ്. പ്രൈവറ്റ് പ്ലേസ്മെന്റ് റിലേറ്റഡ് ടു പ്രൈവറ്റ് പേഴ്സൺ സച്ച് ആസ് റിലേറ്റീവ്സ്, പ്രൊമോട്ടേഴ്സിനൊക്കെ ഷെയർ കൊടുക്കുകയാണെങ്കിൽ. ടെൻഡർ മെത്തേഡ്, ടെൻഡർ മെത്തേഡൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ലൈക്ക് റോഡിൻ്റെ ടെൻഡർ, അങ്ങനെയുള്ള ടെൻഡറൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓഫർ ടു ക്രെഡിറ്റ്, ഓഫർ ടു എംപ്ലോയീസ്. ക്രെഡിറ്റേഴ്സിന് നമ്മൾ ഷെയർ കൊടുക്കുന്നു, എംപ്ലോയീസിന് ഷെയർ കൊടുക്കുന്നു, ലൈക്ക് ദാറ്റ് മെത്തേഡ്സ്. പ്രൈമറി മാർക്കറ്റ് ഗ്രോത്ത് റിഫോംസ് ഇൻ ഇന്ത്യ. പ്രൈമറി മാർക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള ഗ്രോത്ത് എന്തൊക്കെ, like SEBI established 1990 mutual funds were organized in the private sector. SEBI permitted companies to issue par values of shares. അതായത് അധികം നമ്മൾ ഷെയറിന് വില കൂട്ടി വിൽക്കാൻ, അധികം നമ്മൾ വല്ലാതെ നമ്മളത് റൂൾസ് പ്രകാരം നമുക്ക് വില കൂട്ടി വിൽക്കാൻ മാത്രമേ അധികാരമുള്ളൂ. സെബി റൂൾസ് പ്രകാരം വില കൂട്ടി വിൽക്കാൻ മാത്രമേ നമുക്ക് അധികാരമുള്ളൂ. ദാറ്റ്സ് ഹിയർ സെയ്സ്. പാർ വാല്യൂവിന് ഷെയർ ഇഷ്യൂ ചെയ്യണമെന്ന് സെബി റെഗുലേഷൻസ്. ദെൻ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി വന്നു, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ് വന്നു, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് വന്നു, സെബി ഡിസ്ക്ലോഷർ ഇൻവെസ്റ്റ്മെന്റ് പ്രൊട്ടക്ഷൻ എന്നുള്ള ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള സ്കീം വന്നു. സെബി ചേഞ്ച് IP, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗിന്റെ നോംസ് ചേഞ്ച് ചെയ്തു, റൂൾസ് ചേഞ്ച് ചെയ്തു. ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ കൊണ്ടുവന്നു, പാൻ കാർഡ് കമ്പൽസറി ആക്കി, ലിസ്റ്റിംഗ് ഓഫ് റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തു. സെക്കൻഡറി മാർക്കറ്റ് ഫീച്ചേഴ്സ്. ഇറ്റ്സ് എ മാർക്കറ്റ് ഫോർ ഓൾഡ് ഇഷ്യൂ. നമ്മൾ ഓൾറെഡി, അതായത് ഞാൻ വാങ്ങിയ ഷെയർ നിങ്ങൾ വാങ്ങുന്നു, നിങ്ങൾ വാങ്ങിയ ഷെയർ വേറൊരാൾ വാങ്ങുന്നു, ലൈക്ക് ഓൾഡ് ഷെയർസ് ആണ്. അതായത് ഒരാൾ വാങ്ങിയ ഷെയർ മറ്റൊരാൾ വാങ്ങി അങ്ങനെ പോകുന്ന ഒരു മാർക്കറ്റാണ് സെക്കൻഡറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റ് ഒറ്റ ടൈമിൽ പുതിയ ഷെയർസ് ആയിരിക്കും അവിടെ ഇഷ്യൂ ചെയ്യാം. ദെൻ സെക്കൻഡറി മാർക്കറ്റ് ഓപ്പറേറ്റ് ടു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ മാത്രമേ സെക്കൻഡറി മാർക്കറ്റ് ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. ദെൻ ഇറ്റ് ഈസ് ആൻ ഓർഗനൈസ്ഡ് ക്യാപിറ്റൽ മാർക്കറ്റ്, ഇറ്റ്സ് ഓൾസോ നോൺ ആസ് സ്റ്റോക്ക് മാർക്കറ്റ്. Then functions of the secondary market: capital formation, security price determination, creation of a marketplace. Yes.
ഇത് നിങ്ങളോട് ഫംഗ്ഷൻസ് ഓഫ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാട് പോയിന്റ്സ് അഡീഷണൽ ആയിട്ട് കൊടുക്കാം. ഡീൽസ് ലോങ് ടേം സെക്യൂരിറ്റീസ് ബൈ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് സഹായിക്കുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട പറ്റുന്ന പോയിന്റ്സുകളാണ്. ഓക്കെ, ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് സഹായിക്കുന്നു. ദിസ് ഈസ് ലൈക്ക് എൻ എസ്സേ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളൂ. ലൈക്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് വരാം. ഓക്കെ, യു ക്യാൻ ഈസിലി ആൻസർ ദീസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇങ്ങനെയുള്ള കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസിയായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളൂ. ദ നെക്സ്റ്റ് വൺ, പ്രൈമറി മാർക്കറ്റ് സെക്കൻഡറി മാർക്കറ്റ് ഡിഫറൻസസ്. Primary market is a market of new securities. It's a market for old securities. In secondary market, no fixed location. There is a fixed location. Stock exchanges. Then not to be listed, must be listed. Capital formation സഹായിക്കുന്നു. Directly promote ചെയ്യുന്നു, indirectly promote ചെയ്യുന്നു. Buy securities, both buy and sell here. Secondary market. Then control over security market or stock market secondary market. അതായത് നമുക്ക് എങ്ങനെയൊക്കെ ഏതൊക്കെയാണ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ടെക്നിക്ക് എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ, റെക്കഗ്നേഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ്, രജിസ്ട്രേഷൻ, ബ്രോക്കേഴ്സ്. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നില്ല. യു ക്യാൻ ലീവ് ഇറ്റ്. ആക്ച്വലി നിങ്ങൾക്ക് വേണമെങ്കിൽ ലീവ് ചെയ്യാം, ഈ ഒരു ഭാഗം ലീവ് ചെയ്യാം. അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നില്ല ഈ ഒരു ഭാഗം. ഓക്കെ, ദെൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. ഫീച്ചേഴ്സ്, ഇറ്റ് ഈസ് ഓർഗനൈസ്ഡ് ഇൻ ക്യാപിറ്റൽ മാർക്കറ്റ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചസിനെയാണ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. അതായത് സെക്കൻഡറി മാർക്കറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ കുറച്ച് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഉണ്ടാവും. അതിൻ്റെ ഫീച്ചേഴ്സാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതായത് സെക്കൻഡറി മാർക്കറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ മാത്രം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ഷെയറുകൾ വാങ്ങാനും വിൽക്കാനൊക്കെ പറ്റുള്ളൂ. ഓർഗനൈസ്ഡ് ക്യാപിറ്റൽ മാർക്കറ്റാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, റെഗുലേറ്റഡ് ബൈ സെബി, ഓൺലി ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ലീഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ വർക്ക്സ് അണ്ടർ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ആൻഡ് NSE, BSE ആണ് മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. ദെൻ ഫങ്ഷൻസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. റെഡീം മാർക്കറ്റ്, എപ്പോൾ വേണമെങ്കിലും ഷെയറുകൾ വാങ്ങാനും വിൽക്കാനൊക്കെ സഹായിക്കുന്നു. മാർക്കറ്റബിലിറ്റി ഓഫ് സെക്യൂരിറ്റീസ്, പ്രൈസ് എത്ര ആണെന്നുള്ളത് സെബി ഡിറ്റർമൈൻ ചെയ്യും. സെബി അവിടെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സെബി ഉണ്ട്. ദെൻ ക്യാപിറ്റൽ ഫോം ചെയ്യാൻ, സേഫ്റ്റി ഓഫ് ഫണ്ട്സ്, ചാനലൈസേഷൻ ഫണ്ട്സ്, പല രീതിയിൽ മ്യൂച്വൽ ഫണ്ട് പോലുള്ള കാര്യങ്ങൾ. ഇക്കണോമിക് ഡെവലപ്മെന്റ്, ഇവാലുവേഷൻ സെക്യൂരിറ്റീസിന്റെ പ്രൈസ്, പല സെക്യൂരിറ്റീസ് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സെക്യൂരിറ്റി നമുക്ക് വാങ്ങാം. ഓക്കെ, ദെൻ ഡിസിഷൻ മേക്കിംഗ് ഓഫ് സെക്യൂരിറ്റീസ്. ദീസ് ആർ ദ പോയിന്റ്സ്. ദെൻ മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, NSE, BSE, OTC. ഇതൊക്കെ ഇന്ത്യൻ സെക്യൂരിറ്റീസ് ആണ്. ഇന്റർനാഷണൽ സെക്യൂരിറ്റീസ് ചോദിക്കുകയാണെങ്കിൽ ഈ 4 നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി. ഇന്ത്യൻ സെക്യൂരിറ്റീസ് മാത്രം ചോദിക്കാൻ NSE, BSE, OTC മാത്രം എഴുതാൻ വേണ്ടി ശ്രമിക്കാം. NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, OTC ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ, നാസ്ഡോക്ക് National Association of Security Dealers in Automated Quotation. Okay, then next one. NSE, established in 1992, located in Mumbai. ഇവിടെ ഉപയോഗിക്കുന്ന ഇൻഡിസസ്, ഇവിടെ ഉപയോഗിക്കുന്ന നമ്മളിപ്പോൾ കേൾക്കാറില്ലേ, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ വില ഇടിഞ്ഞു, വില കൂടി, അതൊക്കെ കേൾക്കുക. അത് നമ്മൾ ഈ ഒരു ഇൻഡിസസ് ഉപയോഗിച്ചാണ് നമ്മൾ അളക്കുന്നത്. S&P, CNX Nifty, ജൂനിയർ നിഫ്റ്റി, മിഡ് ക്യാപ് 50, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇതിന്റെ ഇൻഡിസസ്. ഒബ്ജക്റ്റീവ്സ് നോക്കുക. വൈഡ് ട്രേഡിംഗ്, പല രാജ്യങ്ങളിൽ ട്രേഡിംഗ് നടത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ദെൻ പ്രൊവൈഡ് എഫിഷ്യൻറ്റ്, ഫെയർ, ട്രാൻസ്പെറൻറ്റ് സെക്യൂരിറ്റി മാർക്കറ്റ്, ഡു മീറ്റ് ഇന്റർനാഷണൽ ബെഞ്ച് മാർക്ക് ആൻഡ് സ്റ്റാൻഡേർഡ്. ദെൻ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് സഹായിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. എനേബിൾ സിമ്പിൾ സെറ്റിൽമെന്റ് ഓഫ് ട്രാൻസാക്ഷൻ, സ്പീഡി സെറ്റിൽമെന്റ് ഓഫ് ട്രാൻസാക്ഷൻ. ദെൻ നെക്സ്റ്റ് വൺ, BSE, ലൊക്കേറ്റഡ് ഇൻ മുംബൈ, എസ്റ്റാബ്ലിഷ് 1875. അതായത് കുറച്ച് പഴയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. മേജർ സ്റ്റോക്ക് ഇൻഡിസസ്, BSE സെൻസെക്സ്, മിഡ് ക്യാപ്, BSE 100, BSE 200, BSE ഡോളക്സ്. ദെൻ ഒബ്ജക്റ്റീവ്സ്, നാഷൻ വൈഡ് ട്രേഡിംഗ്, ഒരൈ മാത്രമേ ഉള്ളൂ കേട്ടോ. ട്രേഡിങ്ങിന് ഇവിടെ ഒരൈ മാത്രമേ ഉള്ളൂ, ഒരു ഐ വേണ്ട. ഓക്കെ, ദെൻ പ്രൊമോട്ട് വെൽ ഓർ റെഗുലേറ്റഡ് മാർക്കറ്റിംഗ് ട്രേഡിംഗ്. ദെൻ പ്രൊവൈഡ് സ്പീഡി ട്രാൻസാക്ഷൻ, പെട്ടെന്നുള്ള ട്രാൻസാക്ഷൻ. സേഫ് ആണ്. സേഫ് മീൻസ് ട്രാൻസാക്ഷൻ ഇവിടെ റെഗുലേറ്റ് ചെയ്യാൻ ആരുണ്ട്? സെബി ഉണ്ട്. ദാറ്റ് ഈസ് എല്ലാ ട്രാൻസാക്ഷൻ സേഫ് ആണ്. നമ്മളിവിടെ ചെയ്യുന്ന ട്രാൻസാക്ഷൻ സേഫ് ആണ്. പ്രൊമോട്ട് ഇൻഡസ്ട്രി ഡെവലപ്മെന്റ്. ദെൻ OTC ലൊക്കേറ്റഡ് ഇൻ മുംബൈ, 1990. സ്മോൾ കമ്പനീസിനുള്ള ഒരു എക്സ്ചേഞ്ച് ആണ്, ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. ആൻഡ് നാസ്ഡോക്ക് അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്, ഇന്റർനാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. നാഷണൽ അസോസിയേഷൻ ഓഫ് സെക്യൂരിറ്റി ഡീലേഴ്സ് ഇൻ ഓട്ടോമേറ്റഡ് കൊട്ടേഷൻ. ഓക്കെ, ദെൻ സിസ്റ്റം ഓഫ് ട്രേഡിംഗ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. ഓപ്ഷൻ ട്രേഡിംഗ്, ലേലത്തിലൂടെ ഒരാൾ 15 വിളിക്കുകയാണെങ്കിൽ മറ്റേ എന്ത് വിളിക്കും? 18 വിളിക്കും, 20 വിളിക്കും. ലൈക്ക് ലേലം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ലേലം ഉണ്ട്, ഇവിടെ ഉത്സവത്തിനൊക്കെ അങ്ങനെ ലേലം ഉണ്ടാവാറുണ്ട്. ലൈക്ക് ദാറ്റ് ഓപ്ഷൻ ട്രേഡിംഗ് സിസ്റ്റം. ദെൻ ക്വാട്ട ഡ്രിവൺ സിസ്റ്റം. ഓരോ ഇതിനും ആൾക്കും ഇത്ര ക്വാർട്ടേഴ്സ് കൊടുത്തിട്ടുണ്ടാവും, അതനുസരിച്ച് മാത്രം ഷെയർ വാങ്ങാനും വിൽക്കാനൊക്കെ പറ്റുള്ളൂ. ലൈക്ക് ദാറ്റ്. മെത്തേഡ്സ് ഓഫ് ട്രേഡിംഗ് ഇൻ സ്റ്റോക്ക്, മാനുവൽ ട്രേഡിംഗ് ആൻഡ് ഓൺലൈൻ ട്രേഡിംഗ്. ഇപ്പോൾ ഓൺലൈൻ ട്രേഡിംഗേ ഉള്ളൂ. മാനുവൽ ട്രേഡിംഗ് ഒരു പഴയ മെത്തേഡാണ്. അവിടെ ബ്രോക്കറെ ചൂസ് ചെയ്യണം, ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, പ്ലേസിംഗ് ആൻഡ് ഓർഡർ, എക്സിക്യൂഷൻ ഓർഡർ, പ്രിപ്പറേഷൻ ഓഫ് ദ കോൺട്രാക്ട് നോട്ട്, സെറ്റിൽമെന്റ് ഓഫ് ദ ട്രാൻസാക്ഷൻ. ഇത് മാനുവൽ ട്രേഡിംഗിന്റെ സ്റ്റെപ്പാണ്. ഓൺലൈൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഇതൊന്നുമില്ല. നിങ്ങളോട് ചിലപ്പോൾ സാധാരണഗതിയിൽ ഇവിടെ നിങ്ങളോട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് ട്രേഡിംഗ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചോദിക്കുകയാണ്, ഈ 2 മെത്തേഡ്സ് നിങ്ങൾ എഴുതണം. അതേപോലെ സ്റ്റെപ്സ് ഇൻ ട്രേഡിംഗ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ സ്റ്റെപ്സ് നിങ്ങൾ എഴുതിക്കോളൂ, ഈ സ്റ്റെപ്സ് എഴുതിക്കോളൂ. ഓൺലൈൻ ട്രേഡിംഗ് എന്ന് മാത്രം പറയുകയാണെങ്കിൽ ഈ നമ്മൾ പുതിയ ട്രേഡിംഗ് ആണ്, ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രേഡിംഗ് ആണ്.
അത് നിങ്ങൾക്ക് ഓൺലൈൻ ട്രേഡിങ്ങിൻ്റെ മാത്രം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഓൺലൈൻ ട്രേഡിങ്ങിൻ്റെ ഈ ഒരു 2-3 പോയിന്റ്സ് നിങ്ങൾ എഴുതിയാൽ മതി. അതൊന്ന് ജസ്റ്റ് വിശദീകരിച്ചാൽ മതി. ഇൻ്റർനെറ്റിലൂടെ ആയിരിക്കുമല്ലോ നമ്മളിത് നടത്താം. മാനുവൽ ട്രേഡിങ്ങിനാണ് ഇപ്പോൾ സ്റ്റെപ്സ് ഒക്കെ ഉള്ളത്. കാരണം ഒരു ബ്രോക്കറെ കാണണം, ബ്രോക്കറായിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങണം, പ്ലേസ് ചെയ്യണം, എക്സിക്യൂഷൻ ചെയ്യണം, ലൈക്ക് ദാറ്റ് സോ മച്ച് ഓഫ് സ്റ്റെപ്സ് ആർ ദേർ. ദിസ് വൺ ഈസ് ആക്ച്വലി കോൾഡ് മാനുവൽ ട്രേഡിംഗ്. ട്രേഡിങ്ങിൻ്റെ സ്റ്റെപ്സ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ സ്റ്റെപ്സ് എഴുതിയാൽ ചൂസിങ് ഓഫ് ബ്രോക്കേഴ്സ്, ഓപ്പണിംഗ് അക്കൗണ്ട് വിത്ത്, എന്നിട്ട് നിങ്ങൾ അതിൻ്റെ താഴെ ഓൺലൈൻ ട്രേഡിംഗിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല. ഇൻ്റർനെറ്റിലൂടെ നമ്മൾ വളരെ ഈസി ആയിട്ട് ചെയ്യുന്നതാണ്. ലൈക്ക് ഒരു മെത്തേഡിൻ്റെ ആവശ്യമില്ല. നമ്മൾ ബ്രോക്കറെ കണ്ടുപിടിക്കണം. എന്തായാലും ഓൺലൈൻ ആണെങ്കിലും മാനുവൽ ആണെങ്കിൽ നമ്മൾ ബ്രോക്കറെ കണ്ടുപിടിക്കണം, അത് മസ്റ്റാണ്. പക്ഷെ ഇത് ഓൺലൈൻ ട്രേഡിങ്ങിന് ഒരു മെത്തേഡില്ല, ജസ്റ്റ് ബ്രോക്കറെ കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അഗെയിൻ ദെൻ യു ക്യാൻ സീ ദാറ്റ് ഒരു ഇൻ്റർനെറ്റിലൂടെ നമുക്ക് ഈസി ആയിട്ട് ഓൺലൈൻ ട്രേഡിംഗ് നടത്താൻ വേണ്ടി പറ്റും. നമ്മുടെ മൊബൈൽ ആപ്പിലൂടെ തന്നെ നമുക്ക് നടത്താൻ വേണ്ടി പറ്റും. ഓക്കെ, അതായത് നമുക്കിപ്പോൾ ആക്ച്വലി ലൈക്ക് ആദ്യം നമ്മളൊരു ബ്രോക്കറെ കണ്ടുപിടിക്കും. ആ ബ്രോക്കർ ഒരു ആപ്പിൻ്റെ പേര് പറഞ്ഞാൽ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ട്രേഡ് നടത്താനും ഇതൊക്കെ പറ്റും. അത്രേ ഉള്ളൂ. Then SEBI, Securities Exchange Board of India, regulator of security market in India, SEBI established 1992, headquarters Mumbai. Then reasons to form SEBI, manipulation of security prices-ലൊക്കെ കൃത്രിമം കാണിച്ചു. അതുകൊണ്ടാണ് സെബി വന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അതായത് സെക്യൂരിറ്റി പ്രൈസസിനൊക്കെ വില കൂട്ടുകയും കുറയുകയും ചെയ്തു. അതാണ് സെബി വരാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇൻസൈഡർ ട്രേഡിംഗ് മീൻസ് തട്ടിപ്പ്. പ്രൈസ് റിഗ്ഗിംഗ് ഓൾസോ, ഇത് രണ്ടും ഷെയറിൽ കൃത്രിമം കാണിച്ചതാണ്, തട്ടിപ്പ് കാണിച്ചതാണ്. ലാക്ക് ഓഫ് ഫെയർ ഡീലിംഗ്സ് നഷ്ടപ്പെട്ടു, ട്രാൻസാക്ഷൻ ഡിലേ വന്നു, ലാക്ക് ഓഫ് കൺട്രോൾ ഓവർ ബ്രോക്കേഴ്സ്, ഇതൊക്കെ കൊണ്ടാണ് സെബി വന്നത്. ഇതൊക്കെ കണ്ടാണ് റീസൺസ് ടു ഫോം സെബി. ഒബ്ജക്റ്റീവ്സ്, അഡ്വാൻറ്റേജ്, എനിത്തിങ് ഓഫ് സെബി. റെഗുലേറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, പീരിയോഡിക്കൽ റിട്ടേൺസ് എന്ത് ചെയ്യുന്നു, ഇൻസ്പെക്ട് ചെയ്യുന്നു. പ്രൊഹിബിറ്റ് ഇൻസൈഡർ ട്രേഡിംഗ്, തട്ടിപ്പ് അതായത് കൃത്രിമ ട്രേഡ് prohibit regulator of brokers prohibit fraudulent and unfair trade practices, register and regulates the function of depository, grant registration of intermediaries, prohibit manipulation of trading, prohibit contract in certain cases. That means certain contracts which affect the fair dealings of security exchange, that is actually regulating SEBI. Then promoting fair dealings, grant registration of the stock exchanges, withdrawal of the recognition of stock. അതായത് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഫോർ എക്സാമ്പിൾ നമ്മളൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് റെക്കഗ്നീഷൻ കൊടുത്തു, അതായത് അവിടെ പോയിട്ട് നമ്മൾ ഷെയറുകൾ വാങ്ങാമെന്നൊക്കെ എന്ത് ചെയ്തു സെബി പറഞ്ഞു. അതിനുശേഷം ആ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നല്ല രീതിയിൽ നടക്കുന്നില്ല എങ്കിൽ സെബിക്ക് അതിന്റെ രജിസ്ട്രേഷൻ തടയാനുള്ള അവകാശമുണ്ട്. ദാറ്റ് ഈസ് withdrawal of the recognition of stock exchanges. Then department of SEBI, primary market department, secondary market department, legal department, investigation department. That organizational structure of SEBI: chairman, 2 members from the officials of the ministries of the central government, then 1 member from the officials. Okay, that means like you can see that അതായത് സെബിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആക്ച്വലി ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഓർഗനൈസേഷൻ സ്ട്രക്ചറും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ്, അതൊക്കെ നമുക്ക് ആദ്യം തന്നെ കൊടുത്തിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ആക്ച്വലി ഒരു ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ദെൻ മാർക്കറ്റ് ഫോർ ഡെറിവേറ്റീവ്സ്. Market for derivatives actually within 5 minutes I will complete this session. I will complete this first module 5 minute ഓൺലൈൻ കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് മൊഡ്യൂൾ 3 ആൻഡ് മൊഡ്യൂൾ 4 ഓക്കെ ആക്ച്വലി 1 hour ഫസ്റ്റ് ആക്കാം. ഫോർവേഡ് ഫ്യൂച്ചർ സ്വാപ്സ് ആൻഡ് ഓപ്ഷൻ. ഫോർവേഡ് ഫ്യൂച്ചർ സ്വാപ്സ് ആൻഡ് ഓപ്ഷൻ ആണ് മാർക്കറ്റ് ഫോർ ഡെറിവേറ്റീവ്സിലുള്ളത്. ഓൾറെഡി ഐ ടേക്കൺ. ഫോർവേഡ് മീൻസ് ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു സെക്യൂരിറ്റി ഭാവിയിൽ വാങ്ങിക്കോളാം, ലൈക്ക് എ സെക്യൂരിറ്റി വാങ്ങിക്കോളാം. ഫോർവേഡ് മാർക്കറ്റ് ഫോർ ഡെറിവേറ്റീവ്സ്. ഫ്യൂച്ചർ അവിടെ ഒരു എക്സ്ചേഞ്ച് ഉണ്ടാവും അല്ലെങ്കിൽ ബ്രോക്കർ ഉണ്ടാവും. ദെൻ ഓപ്ഷൻസ്, ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് എനിക്ക് തോന്നിയാൽ വാങ്ങിക്കോളാം, അതാണ് ഓപ്ഷൻ കോൺട്രാക്ട് എന്ന് പറയുന്നത്. പുട്ട് ഓപ്ഷൻ, കോൾ ഓപ്ഷൻ ഉണ്ട്. സ്വാപ്സ് എന്ന് പറയുന്നത് ലൈക്ക് ആൻ എക്സ്ചേഞ്ച് ആണ്. അതായത് നമ്മളിപ്പോൾ എൻ്റെ കറൻസി കൊടുത്ത് അവരുടെ കറൻസി ഞാൻ വാങ്ങും, അവരുടെ കറൻസി ഞാൻ തിരിച്ചു കൊടുക്കും, അങ്ങനെ ലൈക്ക് ആൻ എക്സ്ചേഞ്ച്. ദെൻ സെബി ഗൈഡ്ലൈൻസ് ടു സ്ട്രെങ്തൻ ദ ക്യാപിറ്റൽ മാർക്കറ്റ്. ബോത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റിന്റെ സെബി ഗൈഡ്ലൈൻസ് ചോദിച്ചാലും സെക്കൻഡറി മാർക്കറ്റിന്റെ സെബി ഗൈഡ്ലൈൻസ് ചോദിച്ചാൽ ഇത് എഴുതാം. ഡിസ്ക്ലോഷർ ഓഫ് ഓൾ മെറ്റീരിയൽ ഫാക്ട്സ്, എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞിട്ടുണ്ടാവണം. അതായത് ട്രാൻസാക്ഷൻസ് ഒക്കെ സെബിക്ക് കിട്ടിയിട്ടുണ്ടാവണം. പ്രൊഹിബിഷൻ ഓഫ് ഇൻസൈഡർ, തട്ടിപ്പുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പാടില്ല, ദാറ്റ്സ് ഫ്രോഡ്. അണ്ടർ റൈറ്റിംഗ് വേണമെങ്കിൽ ചെയ്താൽ മതി, ഓപ്ഷണലാണ്. ദെൻ പ്രൊഹിബിഷൻ ഓഫ് ഫ്രോഡുലന്റ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്. അണ്ടർ റൈറ്റിംഗ് ആക്ച്വലി, അതായത് അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. വെയിറ്റ് അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു കമ്പനി ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ആ ഷെയർ എല്ലാവരും വാങ്ങണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാണ് എല്ലാവരും, അപ്പോൾ വേറൊരു കമ്പനി പറയുകയാണ് നിങ്ങളുടെ ഷെയർ ഞങ്ങൾ വിറ്റ് തരാം, ഓക്കെ നിങ്ങളുടെ ഷെയർ ഒരിക്കലും ബാക്കിയാവില്ല, മുഴുവൻ ഷെയർ ഞങ്ങൾ വിറ്റോളാം, ഇനി അഥവാ വിറ്റിട്ടില്ലെങ്കിലും ഞങ്ങളത് ബാക്കി ഞങ്ങൾ തന്നെ വാങ്ങിക്കോളാം എന്ന് പറയാം. ദാറ്റ്സ് ലൈക്ക് ആൻ അണ്ടർ റൈറ്റിംഗ്. പ്രൊഹിബിഷൻ ഓഫ് മർച്ചന്റ് ബാങ്കിങ്, റെഗുലേഷൻ ഓഫ് മർച്ചന്റ് ബാങ്കിങ്, പ്രൊഹിബിഷൻ ഓഫ് ADR, GDR, അമേരിക്കൻ ഡിപ്പോസിറ്ററി റിസിപ്റ്റ്സ് ആൻഡ് ഗ്ലോബൽ ഡിപ്പോസിറ്ററി റിസിപ്റ്റ്സ്, മ്യൂച്വൽ ഫണ്ട് പീരിയോഡിക്കൽ റിട്ടേൺസ് ഇൻസ്പെക്ട് ചെയ്യാനുള്ള ഇങ്ങനെയുള്ള അവകാശങ്ങളൊക്കെ ആർക്കുണ്ട്? സെബിക്കുണ്ട്. ദെൻ RBI ഗൈഡ്ലൈൻസ് ഇൻ ദ മണി മാർക്കറ്റ്. ഓക്കെ, ദ ഫസ്റ്റ് മൊഡ്യൂൾ ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. RBI ഗൈഡ്ലൈൻസ് ഇൻ ദ ഫിനാൻഷ്യൽ സിസ്റ്റം ഓർ മണി മാർക്കറ്റ്. ദെൻ
supply of short-term funds, and RBI adjusts the supply of short-term funds. RBI adjusts the supply of short-term funds. That means like എന്തെങ്കിലും അതായത് ലൈക്ക് ആൻ ഇൻഫ്ലേഷൻ ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ RBI അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് സഹായിക്കും? ലൈക്ക് ദിസ് വൺ RBI ഗൈഡ്ലൈൻസ് എവിടെ സഹായിക്കും? സോറി, മണി മാർക്കറ്റ് എവിടെ സഹായിക്കും? ദാറ്റ് ഈസ് RBI like an adjust that can be made by the form of RBI in the form of supply of short-term funds and a financial advisor in the financial matters. RBI introduces bill market scheme as a financial agent and supervising regulating authority. Techniques, SLR, നമ്മുടെ മിനിമം എമൗണ്ട് ഗോൾഡിൻ്റെ രൂപത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടാവുന്നതാണ് SLR, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. CRR മിനിമം എമൗണ്ട് ക്യാഷിൻ്റെ രൂപത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും, CRS ക്യാഷ് റിസർവ് റേഷ്യോ. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ഗവൺമെൻറ് ഷെയർസ് അങ്ങോട്ടും ഇങ്ങോട്ടും വിൽക്കുന്നതിനാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയാം. റിപ്പോ റേറ്റ്, നമ്മളിപ്പോൾ ബാങ്ക് നമുക്ക് ലോൺ തരികയാണെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് പലിശയാണ് നമ്മൾ റിപ്പോ റേറ്റ് എന്ന് പറയാം. നമ്മൾ ബാങ്ക്, കൊമേഴ്ഷ്യൽ ബാങ്ക്, സെൻട്രൽ ബാങ്ക്, RBI കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കൊടുക്കുന്ന സമയത്ത് ഒരു ഇൻട്രസ്റ്റ്, അതായത് ഇത്ര ലോണാണ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്, അതിനാണ് റിപ്പോ റേറ്റ് എന്ന് പറയാം. കൊമേഴ്ഷ്യൽ ബാങ്ക് തിരിച്ച് RBI കൊടുക്കുകയാണെങ്കിൽ, ലോൺ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റിനാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയാം. ദെൻ ദ ഫസ്റ്റ് മൊഡ്യൂൾ ദാറ്റ് വി കംപ്ലീറ്റഡ്. ദെൻ ദ തേർഡ് മൊഡ്യൂൾ നമുക്ക് എടുത്തെടുക്കാം. മൊഡ്യൂൾ 3 Financial instruments. Issue of financial instruments, primary issue, book building process, private placement, offer for sale, buyback of shares, various innovative financial instruments, Bitcoin, cryptocurrency, etc. Like ഫിനാൻഷ്യൽ അസറ്റ്, അതായത് നമ്മുടെ സിലബസിൽ തുടങ്ങുന്ന ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഫിനാൻഷ്യൽ അസറ്റ്സിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിനെ പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറയുന്നത് ഷെയർ ഡിബഞ്ചർ ഒക്കെയാണ് നമ്മൾ ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ ഫിനാൻഷ്യൽ അസറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ അസറ്റ് ജസ്റ്റ് മനസ്സിലാക്കുക. ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അസറ്റ് നമുക്ക് ലൈക്ക് എ ഷെയർ, നോൺ ഫിസിക്കൽ അസറ്റ്സ് ലൈക്ക് ഷെയർ ഡിബഞ്ചർ എക്സെട്ര. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ്, പ്രൈമറി അസറ്റ്സ്, സെക്കൻഡറി അസറ്റ്സ്, മാർക്കറ്റബിൾ അസറ്റ്സ്, നോൺ മാർക്കറ്റബിൾ അസറ്റ്സ്. ഓക്കെ, ഈ 4 ക്ലാസിഫിക്കേഷൻ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതിയാവും. അതായത് അതർ വേ ഓഫ് ക്ലാസിഫിക്കേഷൻ നോക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഈ 4 വേ ഓഫ് ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് ഓർത്താൽ മതി. ദെൻ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് എന്ത് തന്നെയാണ്? ഒരു ഫിനാൻഷ്യൽ അസറ്റിന്റെ ഒരു ഭാഗമാണ്. ഷെയർ ഡിബഞ്ചർ ഒക്കെ തന്നെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ടും പറയാം. ഇതിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് നോക്കുക. ഹൈ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ, ഹൈ റിട്ടേൺ, ഡൈവേഴ്സിഫിക്കേഷൻ മീൻസ് മ്യൂച്വൽ ഫണ്ട് പല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. റിഡ്യൂസ് റിസ്ക് കുറക്കാൻ വേണ്ടി പറ്റുന്നു. ഇൻഫ്ലേഷൻ, അതായത് പണപ്പെരുപ്പം വന്നാൽ നമുക്കത് നിയന്ത്രിക്കാൻ വേണ്ടി പറ്റുന്നു. ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. Then types of financial instruments, primary financial instruments, innovative and international financial instruments. Primary issue instruments നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാൽ നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ പറയാം. Primary financial instruments, innovative and international. These are the types of financial instruments. Okay, then primary financial instruments എന്ന് പറഞ്ഞാൽ issue first time. Okay, like issue of shares, preference shares, bonds, etc. Then primary financial instruments ആയിട്ട് നമ്മൾ പറയുന്നത് equity shares, non-voting shares, preference shares, debentures or bonds and warrants. Then first one ആണ് equity shares. Equity shares or ordinary shares are called equity shares. It doesn't carry fixed dividend ഉണ്ടാവില്ല. Risk high ആണ്. Normally issued at a denomination of 1 to 100 per share. അതായത് 1 രൂപ മുതൽ 1000 വരെ ഉള്ള ഒരു ഡിനോമിനേറ്റർ ആയിട്ടാണ് നമ്മൾ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി സാധ്യതയുള്ളത്. ഇക്വിറ്റി ഷെയർസ് ആർ നോൺ കൺവേർട്ടബിൾ. നമുക്ക് വേറെ ഇക്വിറ്റി ഷെയർ ഡിബഞ്ചറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ലൈക്ക് ഒന്നിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഡിബഞ്ചറിലേക്ക് അങ്ങനെ ഒന്നും നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇക്വിറ്റി ഷെയർസ് കൺസിസ്റ്റ് വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് വൺ, ടൈപ്സ് ഓഫ് ഇക്വിറ്റി ഷെയർസ്, ബ്ലൂ ചിപ്പ് ഷെയർസ് ഓഫ് വെൽ റെപ്യൂട്ടഡ് കമ്പനി, നല്ല പേരുള്ള കമ്പനിയുടെ ഷെയറിനെയാണ് ബ്ലൂ ചിപ്പ് ഷെയർസ് എന്ന് പറയുന്നത്. ഇൻകം ഷെയർസ് വിച്ച് ആർ നോട്ട് റീഇൻവെസ്റ്റിംഗ്, ദേ ആർ ഡിസ്ട്രിബ്യൂട്ടിംഗ് ഡിവിഡൻഡ്. അതായത് നമ്മൾ റീറ്റേൺ ഏർണിംഗ്സ് ആയിട്ട് ഒന്നും സൂക്ഷിക്കാത്ത, second one, growth shares. Growth shares means growing companies. That means വളരുന്ന കമ്പനീസിന്റെ ഷെയർസ് ആണ്, നല്ല രീതിയിൽ വളരുന്ന കമ്പനീസിന്റെ ഷെയർസ് ആണ് ഗ്രോത്ത് ഷെയർസ് എന്ന് പറയുന്നത്. Then third one, income shares which are not reinvesting, they are entirely distributing as dividend. That means like അതായത് നമ്മൾ കമ്പനിയിലൊന്നും സൂക്ഷിച്ചു വെക്കുന്നില്ല, മൊത്തം നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കണം. ദാറ്റ് ഈസ് കോൾഡ് it will call as income shares. Then cyclical shares means such as inflation, depreciation of currency. അതായത് നമ്മൾ ചില ഏരിയാസിൽ വിൽക്കും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻഫ്ലേഷൻ വരുന്ന സമയത്ത് നമ്മൾ such of like of shares വിൽക്കും. That is cyclical shares and some of the stages that we are selling it actually. Then defensive shares, that means ഫുഡ് പ്രോസസിംഗ് യൂണിറ്റ്സിന്റെ ഒക്കെ ഷെയറുകളെയാണ് നമ്മളത് പറയാം. സ്പെക്കുലേറ്റീവ് ഷെയർസ്, ദാറ്റ് മീൻസ് സ്പെക്കുലേഷൻ, ഊഹ കച്ചവടം എന്ന് പറയും. ഭാവിയിൽ വില കൂടുമെന്ന് വിചാരിച്ച് നമ്മൾ വാങ്ങുന്ന ഷെയർസിനാണ് സ്പെക്കുലേറ്റീവ് ഷെയർസ് എന്ന് പറയാം. ദെൻ സ്റ്റോൾവാർട്ട് ഷെയർസ്, എ സോളിഡ് റിട്ടേൺ ഓർ ലിറ്റിൽ റിസ്ക്, അധികം റിസ്ക് ഒന്നും ഇല്ലാത്ത ഷെയറാണ് സ്റ്റാൾവാർട്ട് ഷെയർസ് എന്ന് പറയുന്നത്. ദെൻ ഫാസ്റ്റ് ഗ്രോവേഴ്സ് ഷെയർസ്, അതായത് ഹയർ റേറ്റ് വിച്ച് ഗ്രോസ് അറ്റ് ഹയർ റേറ്റിൽ നല്ല രീതിയിൽ വളരുന്ന കമ്പനീസാണ് ഫാസ്റ്റ് ഗ്രോവേഴ്സ് ഷെയർസ്. സ്ലോ ഗ്രോവേഴ്സ് ഷെയർസ് മീൻസ് ലൈക്ക് സ്ലോ ഗ്രോയിങ്.
ദെൻ ടേൺ അറൗണ്ട് ഷെയർസ് വിച്ച് കമ്പനി ടു ആൻ എൻഡ്, അതായത് ഒരു കമ്പനി അവസാനിക്കാൻ വേണ്ടി പോകുന്ന കമ്പനി, ദാറ്റ് മീൻസ് ലൈക്ക് കമ്പനി പൂട്ടാൻ വേണ്ടി പോകുന്ന കമ്പനിയാണെങ്കിൽ അതിൻ്റെ ഷെയറാണ് ടേൺ അറൗണ്ട് ഷെയർ എന്ന് പറയുന്നത്. ദെൻ അസറ്റ് പ്ലേസ് ഷെയർ യു ക്യാൻ റെഫർ ഇറ്റ് യുവർ. ദെൻ നോൺ വോട്ടിംഗ് ഷെയർസ് സെക്ഷൻ 86A ഓഫ് ദ കമ്പനീസ് ആക്ട് മെൻഷൻ ദ നോൺ വോട്ടിംഗ് ഷെയർസ്. വോട്ട് ചെയ്യാത്ത ഇക്വിറ്റി ഷെയർ, ഇവർ ഇക്വിറ്റി ഷെയർ തന്നെയാണ്, പക്ഷേ വോട്ടിംഗ് റൈറ്റ് ഇല്ല. പക്ഷേ നമ്മൾ ഇക്വിറ്റി ഷെയറിന്റെ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വോട്ടിംഗ് റൈറ്റാണ്. എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ, കമ്പനിയിൽ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് വോട്ടിങ്ങിലൂടെ നമുക്ക് തീരുമാനിക്കാൻ വേണ്ടി പറ്റും. അതാണ് വോട്ടിംഗ് എന്നതുകൊണ്ട് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ നോൺ വോട്ടിംഗ് ആണ്, നോൺ വോട്ടിംഗ് ഇവിടെ വോട്ടിംഗ് ഇല്ല. ഇക്വിറ്റി ഷെയർ തന്നെയാണ്, പക്ഷേ വോട്ടിംഗ് ഇല്ല, വോട്ടില്ല മാത്രമേ ഉള്ളൂ. ദെൻ പ്രിഫറൻഷ്യൽ ഷെയർസ്, പ്രിഫറൻഷ്യൽ റൈറ്റ്, പ്രിഫറൻഷ്യൽ ഡിവിഡൻഡ്, അതായത് നമുക്കിപ്പോൾ ഒരു ഫിക്സഡ് ഡിവിഡൻഡ്, അതായത് 8% പ്രിഫറൻസ് ഷെയർ, 9% പ്രിഫറൻസ് ഷെയർ എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മൾ 8% ആനുവൽ റിട്ടേൺ കിട്ടുന്ന ഷെയർസ് ആണ്. അതായത് ഒരു ഫിക്സഡ് ഡിവിഡൻഡ് അവിടെ ഉണ്ടാവും. പ്രിഫറൻസ് ഷെയർസിന് എപ്പോഴും ഉണ്ടാവും, പക്ഷേ ഇക്വിറ്റി ഷെയർസിന് ഫിക്സഡ് ഡിവിഡൻഡ് ഉണ്ടാവില്ല. ദെൻ ഇറ്റ് ക്യാൻ ബി കൺവേർട്ടബിൾ ഇൻ ഇക്വിറ്റി ഷെയർസ്, ഡിവിഡൻഡ് ഇസ് ഫിക്സഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഡിബെഞ്ചേഴ്സ് ഓർ ബോൺസ്. ഗെറ്റിംഗ് അഡീഷണൽ ഫണ്ട്സ് വാങ്ങാൻ വേണ്ടി നമ്മൾ കടം വാങ്ങുന്ന ഒരു ഫണ്ടിനാണ് ഡിബെഞ്ചർ എന്ന് പറയുന്നത്. ആക്ച്വലി ബോറോയിങ് ഫണ്ട്. ഗെറ്റ് എ ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും. ഡിബെഞ്ചർ നമ്മളൊരു ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഒരു 8%, 9% ഒക്കെ കൊടുക്കേണ്ടി വരും. ദാറ്റ് ഇസ് ഡിബെഞ്ചർ ഓർ ബോണ്ട്. ദാറ്റ് ക്യാൻ ബോത്ത് സിമിലർ വേർഡ്സ്. ആൻഡ് വാറന്റ്, predetermined price or stock price or strike price. That means നമ്മൾ നേരത്തെ തീരുമാനിച്ച പ്രൈസിന് നമ്മൾ ഷെയർ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുക വാറന്റ് എന്ന് പറയാം. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 40 രൂപയ്ക്ക് ഞാൻ ഒരു പാർട്ടി നമ്മൾ ഉറപ്പിച്ചു, ഷെയർ വാങ്ങിക്കോളാമെന്ന് ഞാൻ ഉറപ്പിച്ചു. അപ്പോൾ അത് ആ ഭാവിയിൽ അതിന് 45 ആയാലും 50 ആയാലും 100 ആയാലും 1000 ആയാലും ഞാൻ 40 രൂപ കൊടുത്താൽ മതി. കാരണം പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസിലാണ് നമ്മളിവിടെ ഷെയർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. ദാറ്റ് ഇസ് വാറന്റ്. ദെൻ ഇന്നോവേറ്റീവ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്, ദാറ്റ് മീൻസ് അട്രാക്ട് പബ്ലിക്കിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഡിജിറ്റൽ കറൻസീസ് ആയിട്ടുള്ള ഡിജിറ്റൽ കറൻസീസ് ഒക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഇന്നോവേറ്റീവ് എന്ന് പറയുന്നത്. ക്രിപ്റ്റോ കറൻസി, ബിറ്റ് കോയിൻസ്, ആൾട്ട് കോയിൻസ്, ഗ്രീൻ ബോണ്ട്, ബ്ലൂ ബോണ്ട്, ഹെഡ്ജ് ഫണ്ട്, ഇതൊക്കെയാണ് ഇന്നോവേറ്റീവ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിന്റെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ യു കൻ സീ ദാറ്റ് there are 3 types of financial instruments: primary financial instruments, innovative and international financial instruments. Okay, primary financial instruments ആണ് നിങ്ങളോട് ചോദിക്കാൻ സാധ്യത കൂടുതൽ. ഓക്കെ, പ്രൈമറി നമ്മൾ കഴിഞ്ഞ് ഇന്നോവേറ്റീവ് ആണ്. ജസ്റ്റ് ഇന്നോവേറ്റീവ് ക്രിപ്റ്റോ കറൻസി features, advantages. It's a digital currency. Advantages and features you can write it both of them. And it's a digital currency or virtual currency. നമുക്ക് കാണാൻ വേണ്ടി കഴിയാത്ത ഒരു കറൻസിയാണ്. നോ തേർഡ് പാർട്ടി മാനിപ്പുലേഷൻ ഇവിടെ നടത്തില്ല. ഡീസെൻട്രലൈസ്ഡ് കൺസെപ്റ്റ് ആണ്, പിയർ ടു പിയർ നെറ്റ്വർക്ക്. ദാറ്റ് മീൻസ് ആ പാർട്ടിയിൽ അവിടെയുള്ള എല്ലാവരും എന്ത് ചെയ്യുന്നത്, അവിടെ ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് എൻ്റർ ആണ്. ഓക്കെ, then accountability maintain, that means responsibility maintain ചെയ്യുന്നത്. സ്പീഡ് ട്രാൻസാക്ഷൻ, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉണ്ട്. there are 2 types of bitcoins, ക്രിപ്റ്റോ കറൻസി 2 രീതിയിലാണ് പ്രധാനമായിട്ടുള്ളത്. ബിറ്റ് കോയിൻ ആൻഡ് ആൾട്ട് കോയിൻ, ഒരുപാടുണ്ട്. ഓക്കെ, ഗ്രീൻ ബോണ്ട്, റേസ് ഫണ്ട് ഫോർ ദ ഗ്രീൻ പ്രൊജക്ട്സ് ലൈക്ക് റിന്യൂവബിൾ സോഴ്സസ് പ്രോജക്റ്റ്. റിന്യൂവബിൾ സോഴ്സ് മീൻസ് ലൈക്ക് വീണ്ടും ഉണ്ടാവുന്നത് എന്തൊക്കെയാണുള്ളത്, ലൈക്ക് പെട്രോൾ വീണ്ടും ഉണ്ടാവില്ലേ, അതായത് ഒരിക്കലും ഉണ്ടായി പിന്നെ ഉണ്ടാവും. ലൈക്ക് നാച്ചുറൽ സോഴ്സസിന്റെ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നതിന്, ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതിന് ഗ്രീൻ ബോണ്ട് ആൻഡ് ദെൻ ബ്ലൂ ബോണ്ട്, വാട്ടർ സപ്ലൈ പ്രൊജക്ട്സിന് വേണ്ടിയിട്ട്, ഹെഡ്ജ് ഫണ്ട്സ് റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ദെൻ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്, ലാസ്റ്റ് വൺ accepted assets or instruments can be traded internationally. പല രാജ്യങ്ങളിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതിനാണ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. മെത്തേഡ്സ് ഓഫ് മാർക്കറ്റിംഗ് സെക്യൂരിറ്റീസ് ഇൻ ദ പ്രൈമറി മാർക്കറ്റ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് ചെറുതായിട്ട് പഠിക്കാണ്ടായിരുന്നു. ഈ ചാപ്റ്ററിലാണ് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതാണ് എഴുതേണ്ടത്. അതായത് മെത്തേഡ്സ് ഓഫ് മാർക്കറ്റിംഗ് പ്രൈമറി മാർക്കറ്റ് അല്ലെങ്കിൽ ഫ്ലോട്ടേഷൻ ഓഫ് ന്യൂ ഇഷ്യൂ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് ഈ പോയിന്റ് ആണ്. അതായത് ഫസ്റ്റ് ചാപ്റ്ററിലെ പോയിന്റ്സ് അല്ല നിങ്ങൾ എഴുതേണ്ടത്, ഈ ചാപ്റ്ററിലെ പോയിന്റ്സ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, ഇതാണ് മെയിൻ പോയിന്റ്സ്. ഈ ചാപ്റ്ററിലാണ് നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ദെൻ ഫസ്റ്റ് വൺ എന്തൊക്കെയൊക്കെ നമുക്ക് പ്രൈമറി മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യാം. പബ്ലിക് ഇഷ്യൂ ത്രൂ പ്രോസ്പെക്ടസ്, ദാറ്റ് മീൻസ് പബ്ലിക്കിന് നമുക്ക് പ്രോസ്പെക്ടസിലൂടെ ഓരോന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, പബ്ലിക് ഇഷ്യൂ ത്രൂ പ്രോസ്പെക്ടസ്, ഓഫർ ഫോർ സെയിൽ, പ്രൈവറ്റ് പ്ലേസ്മെന്റ്, ബ്രോട്ട് ഓഫ് ഡീറ്റ്, റൈറ്റ് ഇഷ്യൂ, ബോണസ് ഷെയർസ്, ബുക്ക് ബിൽഡിംഗ്, റിവേഴ്സ് ബുക്ക് ബിൽഡിംഗ്, ബൈബാക്ക്, റിവേഴ്സ് സ്റ്റോക്ക് ഓപ്ഷൻ ഓർ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ. ദെൻ യു കൻ സീ ദാറ്റ് ഈ പബ്ലിക് ഇഷ്യൂ ത്രൂ പ്രോസ്പെക്ടസ് ഫസ്റ്റ് പോയിന്റ്, ദാറ്റ് മീൻസ് പ്രോസ്പെക്ടസ് വഴി നമ്മൾ എന്ത് ചെയ്യുന്നു, പബ്ലിക്കിന് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നു. ലൈക്ക് നിങ്ങൾ ഷെയർ വാങ്ങിക്കോളൂ, ലൈക്ക് ആൻ അഡ്വർടൈസ്മെന്റിലൂടെയൊക്കെ, നോട്ടീസ് അഡ്വർടൈസ്മെന്റിലൂടെയൊക്കെ നമ്മൾ കൊടുക്കുന്നു. ദെൻ ടൈപ്സ് ഓഫ് പ്രോസ്പെക്ടസ് യു കൻ സീ ദാറ്റ് അബ്രിഡ്ജഡ് പ്രോസ്പെക്ടസ്, ഡീംഡ് പ്രോസ്പെക്ടസ്, ഷെൽഫ് പ്രോസ്പെക്ടസ്, പിങ്ക് ഹെറിംഗ് പ്രോസ്പെക്ടസ്. ഓക്കെ, ദെൻ അത് നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. ദെൻ ഓഫർ ഫോർ സെയിൽ, ഷെയർസ് ആർ അലോക്കേറ്റഡ് ത്രൂ ബിഡിംഗ് ഓർ ഓപ്ഷൻ, ലേലത്തിലൂടെ ഷെയറുകൾ വാങ്ങി വിൽക്കുകയും ചെയ്യുന്നതിനാണ് ഓഫർ ഫോർ സെയിൽ എന്ന് നമ്മൾ പ്രധാനമായിട്ട് പറയാം. Like A and B are 2 persons, they are apply for the offer for sale. A makes a bid of 100 rupees and B makes a bid of 100 rupees. അതായത് A 100 രൂപ ലേലം പറഞ്ഞു, B എത്ര പറഞ്ഞു, 120 രൂപ ലേലം പറഞ്ഞു. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് B ക്കായിരിക്കും നമ്മൾ കൊടുക്കുക, B ക്കായിരിക്കും നമ്മളിവിടെ. ഫൈനലി ഓഫർ ഫോർ ഗെറ്റ് ഹയസ്റ്റ് ബിഡ് ആരാണോ 120 ആണ്, B ക്കാണ് നമ്മളിവിടെ ഈ ഓപ്ഷനിലൂടെ നമ്മൾ ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യാം.
ഫോറിൻ കൊളാബറേഷൻസ്, ദെൻ പ്രൈവറ്റ് പ്ലേസ്മെന്റ്. നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ നമ്മൾ ഷെയറുകൾ വാങ്ങും വിൽക്കൊക്കെ ചെയ്യില്ല, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ. ദാറ്റ് ഇസ് പ്രൈവറ്റ് പ്ലേസ്മെന്റ്. ആക്ച്വലി ദാറ്റ് ഇസ് പ്രൈവറ്റ് പ്ലേസ്മെന്റ്. പ്രൈവറ്റ് പ്ലേസ്മെന്റ് ക്യാൻ ബി ഡൺ ഓൺലി ക്യാൻ ബി സെലക്ടഡ് പേഴ്സൺസ്. അതായത് ഇവിടെ സം ഓഫ് ദ guidelines there are. Private placement can be done by the selected person by the board and maximum 200%. Maximum 200% പറ്റുള്ളൂ. Issuer company would be an authority of private placement. Offer of letter. Then application of money shall be paid through banking channel only. Then issuer company can allow their securities within 60 days. 60 ദിവസത്തിനുള്ളിൽ ട്രാൻസാക്ഷൻ കഴിഞ്ഞിട്ടുണ്ടാവണം. Then issue company must record all the transactions. Then issuer company must operate separate bank accounts. അതായത് പ്രൈവറ്റ് പ്ലേസ്മെന്റ് നടത്തണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവണം. ദെൻ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്, അല്ലെങ്കിൽ മൊത്തത്തിൽ മെത്തേഡ്സ് ഓഫ് ഇഷ്യൂയിങ് പ്രൈമറി മാർക്കറ്റ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടേഷൻ ഓഫ് ന്യൂ ഇഷ്യൂ, ഈ രണ്ട് രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ബോട്ട് ഔട്ട് ഡീൽസ്. വെയിറ്റ്. ഹൗ മച്ച് ഓഫ് മിനിറ്റ്? 45 minutes. വെയിറ്റ്. ഇതൊരു ഫാസ്റ്റ് റിവിഷൻ ആയിട്ടാണ് കേട്ടോ. ഫാസ്റ്റ് ആണ്, ഓൾറെഡി നമ്മൾ എടുത്തുകൊണ്ടാണ് ഇത് ഫാസ്റ്റ് റിവിഷൻ. ദെൻ ബോട്ട് ഔട്ട് ഡീൽസ്. വാട്ട് ഈസ് ബോട്ട് ഔട്ട് ഡീൽസ്? ഇൻ ദിസ് ഷെയർസ് ആർ ടേക്കൺ ബൈ എ സ്പോൺസർ ബാങ്ക്. ഒരു സ്പോൺസർ ബാങ്ക് ഷെയറുകൾ വാങ്ങും. ഒരു കമ്പനി, ഒരു സ്പോൺസർഡ് ബാങ്ക് എന്ന് പറഞ്ഞൊരു ബാങ്ക് ഉണ്ടാവും, അത് ഷെയറുകൾ കമ്പനിയിൽ നിന്ന് വാങ്ങുകയും സെൽസ് ദു ഷെയർസ് പബ്ലിക് അറ്റ് ഹയർ പ്രൈസ്. അതായത് ഒരു കമ്പനി ഉണ്ടെന്ന് വിചാരിക്കുക, എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. ആ കമ്പനിയോട് സ്പോൺസർ പ്രൈസ് 120 രൂപയ്ക്ക് ഷെയർ വാങ്ങും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? അത് അണ്ടർ റൈറ്റേഴ്സിനെ പോലെയാണ്. ഷെയർ നിങ്ങൾക്ക് ഞാൻ വിറ്റ് തരാം എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങുന്നത്. ഓക്കെ, 120 rupees ഷെയർ. അത് പബ്ലിക്കിന് 140 rupees വിൽക്കും. ദാറ്റ് ഈസ് ബോട്ട് ഔട്ട് ഡീൽസ്. ബോട്ട് ഔട്ട് ഡീൽസിന്റെ അഡ്വാൻറ്റേജസ് യു ക്യാൻ സീ തന്നെ. റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് റൈറ്റ് ഇഷ്യൂ എന്നാൽ യു ക്യാൻ പാർട്ട് എ ക്വസ്റ്റൻ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ പാർട്ട് ബി ക്വസ്റ്റൻ ആയിട്ടോ ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം. റൈറ്റ് ഇഷ്യൂ മീൻസ് ഷെയർസ് ആർ എക്സിസ്റ്റിംഗ് ഷെയർ. നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിനൊക്കെ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ റൈറ്റ് ഇഷ്യൂ പറയാൻ വേണ്ടി പറ്റും. സം ഓഫ് ദ സെബി ഗൈഡ്ലൈൻസ് ആർ ദെയർ. Once a company are in a right issue, cannot withdraw this one at the time of future. അതായത് റൈറ്റ് ഇഷ്യൂയിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് വിത്ഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അണ്ടർ റൈറ്റിംഗ് ഓപ്ഷണൽ ആണ്. ബിഫോർ ദ റൈറ്റ് ഇഷ്യൂ ക്യാൻ പ്രിയർ അഡ്വാൻറ്റേജസ് ടു ദ രജിസ്റ്റർ. ദെൻ റൈറ്റ് ഇഷ്യൂ മസ്റ്റ് കീപ് അറ്റ്ലീസ്റ്റ് 30 days ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാണ്. മസ്റ്റ് ബി പെയ്ഡ് ഇൻ ഫുള്ളി പെയ്ഡ് ഷെയർസ് ആയിരിക്കും. പെയ്ഡ് ഔട്ട് ഷെയർസിന് വേണ്ടിയിട്ട്, അതായത് പേ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഷെയർസിന് മാത്രം നമ്മൾ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. റൈറ്റ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ദെൻ ബോണസ് ഷെയർസ് മീൻസ് ബോണസ്. ആക്ച്വലി ഫ്രീ ഓഫ് കോസ്റ്റിൽ കൊടുക്കുന്ന ഷെയർസ് ആണ് ബോണസ് ഷെയർസ് എന്ന്. നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് തന്നെയാണ് കൊടുക്കാം, പക്ഷേ ഫ്രീ ഓഫ് കോസ്റ്റിലായിരിക്കും ചെയ്യാം. ഇവിടെ നമ്മൾ റൈറ്റ് ഷെയർസ് നിങ്ങൾ ശ്രദ്ധിക്കുക. റൈറ്റ് ഷെയർസ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ റൈറ്റ് ഷെയർസ് അല്ലെങ്കിൽ റൈറ്റ് ഇഷ്യൂ, ബോണസ് ഷെയർസ് അല്ലെങ്കിൽ ബോണസ് ഇഷ്യൂ രണ്ട് സെയിം ആണ്. അപ്പോൾ റൈറ്റ് ഷെയർസ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു 50 ഷെയർ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങളൊരു 60 ഷെയർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി കമ്പനിയിലുള്ള ഷെയറാണ്. 50 ഷെയർ എനിക്കുണ്ട്, 60 ഷെയർ നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്കായിരിക്കും റൈറ്റ് ഷെയർസ് കൂടുതൽ തരിക, കാരണം നിങ്ങൾക്കാണ് കൂടുതൽ ഹോൾഡിങ്സ് ഉള്ളത്. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഓൺ ദ ബേസ് ഓഫ് പ്രൊപ്പോർഷണൽ ഷെയർസ് ഹെൽഡ് ബൈ ദം. അതായത് നിങ്ങൾ 60 ഷെയർ ഹോൾഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് റൈറ്റ് ഷെയർസ് ഒരു എന്ത് ചെയ്യും, ചിലപ്പോൾ ഒരു 120 എണ്ണം കിട്ടും. എനിക്ക് ചിലപ്പോൾ 100 എണ്ണം കിട്ടുള്ളൂ. കാരണം എന്താ, എനിക്ക് 50 ഷെയർ ഉള്ളൂ, നിങ്ങൾക്ക് 60 ഷെയർ ഉണ്ട്. ദാറ്റ് ഇസ് റൈറ്റ് ഷെയർസ്. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ഫ്രീ ഓഫ് കോസ്റ്റിലാണ്. നമ്മൾ കൊടുക്കുന്നത് ഫ്രീ ഓഫ് കോസ്റ്റിലാണ്. ബോണസ് ഷെയർസ് കൊടുക്കും. ബോണസ് ഷെയർസ് ഫ്രീ ഓഫ് കോസ്റ്റിലാണ്. റൈറ്റ് ഷെയർസ് ഫ്രീ ഓഫ് കോസ്റ്റിലല്ല. ദാറ്റ് ഇസ് ബോണസ്. ആക്ച്വലി ബോണസ് ഷെയർസിന്റെ ഗൈഡ്ലൈൻസ് നോക്കാം. നോ ബോണസ് ഷെയർസ് ഡൈല്യൂട്ട് വിത്ത് അതർ ഇഷ്യൂസുമായിട്ട് ബോണസ് ഷെയർസ് നമ്മൾ കൂടി കലർത്താൻ വേണ്ടി പറ്റില്ല. ബോണസ് ഇഷ്യൂസ് ഫ്രം ഫ്രീ റിസർവ് ആൻഡ് ആഫ്റ്റർ ഫ്രീ റിസർവിൽ നിന്ന് മാത്രം ബോണസ് ഇഷ്യൂ നടത്താൻ വേണ്ടി പറ്റും. അതായത് നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നടത്താൻ വേണ്ടി പറ്റുള്ളൂ. ദെൻ ആഫ്റ്റർ ബോർഡ് അപ്രൂവൽ വിത്തിൻ എ പീരീഡ് ഓഫ് 6 months 6 മാസത്തിനുള്ളിൽ ഇത് ബോണസ് ഷെയർസ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ്. പ്രൊവിഷൻ ഷാൽ ബി മെയ്ഡ് ആസ് പെർ ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷന്റെ ഭാഗമായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാണ്. ദെൻ ബോണസ് ഇഷ്യൂ ഷാൽ നോട്ട് ഡൺ ഫ്രം ദ റിവാലുവേഷൻ. ബോണസ് പ്രപ്പോസ്ഡ് cannot be withdrawn. ഒരിക്കലും നമ്മൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വിത്ഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ദാറ്റ്സ് ഓൾ അബൌട്ട്. ദെൻ ബുക്ക് ബിൽഡിംഗ്. ഓക്കെ, ബുക്ക് ബിൽഡിംഗ് ഇറ്റ് ഈസ് എ പ്രൈസ് ഡിസ്കവറി മെത്തേഡ്. പ്രൈസ് ഡിസ്കവറി ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മളിതിന് പ്രധാനമായിട്ടും. ഇതിൻ്റെ പ്രോസസ്സ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോയിൻമെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്, കളക്ഷൻ, ബിഡ്, പ്രൈസ് ഡിസ്കവറി, പബ്ലിക്കേഷൻ, സെറ്റിൽമെന്റ്. ഇത് നമ്മൾ ലേലം ടൈപ്പ് സാധനം തന്നെയാണ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഈ എക്സാമ്പിളോട് നമുക്കിത് പഠിക്കാൻ വേണ്ടി പറ്റും. ബുക്ക് ബിൽഡിംഗ്, ബൈബാക്ക് ആൻഡ് ഓക്കെ ബുക്ക് ബിൽഡിംഗ് എക്സാമ്പിൾ. അതായത് 80 രൂപ ഷെയറിന് സമ്മതിച്ച 2 ലക്ഷം ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നു. 85 രൂപയ്ക്ക് 4 ലക്ഷം ആപ്ലിക്കൻസ് 85 രൂപയാണ് സജസ്റ്റ് ചെയ്തത്. പിന്നെ 90 രൂപ 1 ലക്ഷം ആപ്ലിക്കൻസ് ആണ് സജസ്റ്റ് ചെയ്തത്. 95 രൂപ 1 ലക്ഷം ആപ്ലിക്കൻസ് സജസ്റ്റ് ചെയ്തു. 100 രൂപ 2 ലക്ഷം ആപ്ലിക്കൻസ് സജസ്റ്റ് ചെയ്തു. അതായത് നമ്മൾ പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് എത്രയായിരിക്കും ഷെയറിൻ്റെ പ്രൈസ് എന്നത് നമ്മൾ പബ്ലിക്കിനോട് തീരുമാനിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ 4 ലക്ഷം ആപ്ലിക്കൻസ് പറഞ്ഞതാണ് 85 രൂപയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഷെയർ പ്രൈസിന് 85 രൂപയെ സെലക്ട് ചെയ്തു. ഇതാണ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് എഴുതി വെക്കാം. അതുപോലെ തന്നെ ഇവിടെ ബുക്ക് ബിൽഡിംഗ് ഇതിൻ്റെ
ACPS അല്ലേ? Remembering code. This one is a process of book building. You can remember it at your own. Buyback. The company buying back its own shares it already issued ചെയ്ത ഷെയർ ഞാൻ പിന്നീട് വാങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് ബൈബാക്ക് തിരിച്ച് വാങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷെയർ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതാണ് ആക്ച്വലി ബൈബാക്ക് എന്നതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഷെയർ തരാം, പക്ഷേ ഞാനത് ഭാവിയിൽ വാങ്ങിക്കോളാം, ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ ഷെയർ വിൽക്കുന്നത്. ദെൻ ഇതിൻ്റെ അഡ്വാൻറ്റേജ് നോക്കാം, ഇംപ്രൂവ് ഈ ഏണിംഗ് പെർ ഷെയർ കൂട്ടാൻ വേണ്ടിയിട്ട്, ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ട്, ഇംപ്രൂവ് ദ റിട്ടേൺ, ഇൻക്രീസ് ദ പെർഫോമൻസ് ഓഫ് ദ കമ്പനി, പ്രൊവൈഡ് ദ സർപ്ലസ് റിട്ടേൺ, അതായത് കൂടുതൽ റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ട്, എക്സ്പാൻഡ് ദ ഓപ്പറേഷൻ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് എങ്ങനെയൊക്കെ നമുക്ക് ഇത് നടത്താണ്ട് ടെൻഡർ ഓഫർ, ബുക്ക് ബിൽഡിംഗ്, ഓപ്പൺ മാർക്കറ്റ് ആൻഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇതൊക്കെ വഴി നമുക്ക് നടത്താൻ വേണ്ടി പറ്റും. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് ബൈ ബാക്ക് ഓൾറെഡി വി ആർ ടേക്കിംഗ്. അഡ്വാൻറ്റേജസ്, ഇമ്പോർട്ടൻസ്, റീസൺസ് ഫോർ ബൈ ബാക്ക് ഒക്കെ ഏകദേശം സെയിം ആണ്. ഇംപ്രൂവ് EPS ഏണിംഗ് പെർ ഷെയർ കൂട്ടാൻ വേണ്ടിയിട്ട്, ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹെൽപ്സ് ആൻഡ് ഹൈ റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ട്, അങ്ങനെ ലൈക്ക് പെർഫോമൻസ് ഓഫ് ദ കമ്പനി കൂട്ടാൻ വേണ്ടിയിട്ട്, പ്രൊവൈഡ് സർപ്ലസ് റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ട്, സെർവ് ഇക്വിറ്റി മോർ എഫിഷ്യൻ്റ്ലി. ദെൻ കണ്ടീഷൻസ് ഓഫ് ബൈബാക്ക്, കണ്ടീഷൻസ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിട്ടുണ്ടാവണം, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പാസ് ചെയ്തിട്ടുണ്ടാവണം, പോസ്റ്റ് 2:1 എക്സീഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇക്വിറ്റി ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആണ്, റേഷൻ എന്നാണ് ഇവിടെ എഴുതിയിട്ട്, റേഷ്യോ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 2:1 കൂടാൻ വേണ്ടി. ഇപ്പോൾ ലാസ്റ്റ് ഫോർ സെക്ഷൻ 68 ആണ് പ്രകാരം. ദിസ് വൺ ഇസ് എ കണ്ടീഷൻ ആക്ച്വലി, യു ക്യാൻ റിഫർ ഇറ്റ് അറ്റ് യുവർ ഓൺ. ഓക്കെ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ കമ്പനീസ് ആക്ട് പ്രകാരമായിരിക്കണം. ഓക്കെ, employee stock option, last one, employee stock option are given to the employees of the company, അതായത് നമ്മൾ ഷെയർ എംപ്ലോയീസിന് കൊടുക്കുകയാണെങ്കിൽ അതിന് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ വൺ, 1985. Then we have completed the module 3, module 4. Where is module 4? Yes, module 4, last module 4. Easy module. I will complete within 15 minutes. I will complete this session. Okay, within 15 minutes I need that. Module 4, Development of Financial Institution, AMFI, IFCA, NABARD, SFC, UTS, SEBI, Mutual Fund, SEBI guidelines on mutual fund. SEBI guidelines on mutual fund ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Provident Fund, Pension Fund, PFRDA, ഇൻഷുറൻസ് കമ്പനി IRDA. ദെൻ ഫസ്റ്റ് വൺ, ഡെവലപ്മെൻറ്റൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമുക്ക് പ്രധാനമായിട്ട് 4 ആയിട്ട് തിരിക്കാം. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ബാങ്ക്, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക്, ഹൗസിംഗ് ബാങ്ക്. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ IDB, IHCA, SIDB വരും. അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ NABARD വരും. എക്സ്പോർട്ട് ഇമ്പോർട്ട് ഡെവലപ്മെൻറ്റ് ബാങ്കിൽ എക്സിം ബാങ്ക് വരും. ഹൗസിംഗ് ഡെവലപ്മെൻറ്റ് ബാങ്കിൽ NHB, നാഷണൽ ഹൗസിംഗ് ബാങ്ക് വരും. ഫസ്റ്റ് വൺ IDB, നമ്മുടെ സിലബസിലുള്ള കാര്യം മാത്രം നമ്മൾ പഠിക്കുന്നുള്ളൂ. IDB എസ്റ്റാബ്ലിഷ് 1964, ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ. അതിന് ഹെഡ് ക്വാർട്ടേഴ്സും ഇയേഴ്സ് ഓർത്ത് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും. ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നതിൻ്റെ പേരിൽ തന്നെ ഉണ്ടല്ലോ, ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് പ്രധാനമായിട്ടും. IDB പ്രൊവൈഡ് ടേം ലോൺസ് ഫോർ ദ എൻ്റർപ്രണറിയൽ ഡെവലപ്മെൻറ്റ്, അതായത് സ്വയം തൊഴിൽ ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് IDB ആക്ച്വലി ലോൺ കൊടുക്കുന്നുണ്ട്. കോർഡിനേഷൻ, റെഗുലേഷൻ, സൂപ്പർവിഷൻ ഓഫ് ദ വർക്കിംഗ് ഓഫ് അതർ, അതായത് IFCA, ICICA, UTA, LIC, കൊമേഴ്ഷ്യൽ ബാങ്ക്, ഇതിനൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടും IDB കോർഡിനേറ്റ് ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ഇതാണ്. ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യുന്നു, നമ്മുടെ രാജ്യത്തുള്ള വികസനത്തെ പ്രൊമോട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ലാസ്റ്റ് പോയിന്റ്. സബ്സിഡറീസ് ഓഫ് IDB, ഇത് നിങ്ങൾക്ക് എക്സ്ട്രാ മാർക്ക് ഇടുന്ന ഒരു പോയിന്റ്സ് ആണ്, ഞാൻ ഇവിടെ അതുകൊണ്ടാണ് കൊടുത്തത്. IDBയുടെ സബ്സിഡറീസ് ഏതൊക്കെ? IDB ക്യാപിറ്റൽ സർവീസ് ലിമിറ്റഡ്, IDB ഹോംസ് ഫിനാൻസ് ലിമിറ്റഡ്, IDB ഇൻഡച്ച് ലിമിറ്റഡ്, IDB ഗിൽഡ്സ് ലിമിറ്റഡ് ആൻഡ് IDB അസറ്റ്സ് മാനേജ്മെന്റ് ലിമിറ്റഡ്. ജസ്റ്റ് റിമെമ്പർ ദ നെയിം ഓൺലി, നെയിം മാത്രം പഠിച്ചാൽ മതി. IDB MF ട്രസ്റ്റി കമ്പനി ലിമിറ്റഡ്, IDB ട്രസ്റ്റിഷിപ്പ് സർവീസ് ലിമിറ്റഡ്. ഇതൊക്കെ എക്സ്ട്രാ ഒരു 5-6 പോയിന്റ്സ് ഓർത്തെടുക്കാൻ വേണ്ടി പറ്റുന്നത്. യു ക്യാൻ ഗെറ്റ് മോർ മാർക്സ്, നിങ്ങൾക്ക് മോർ മാർക്സ് കിട്ടാനുള്ള ഒരു ഏരിയ കൂടിയാണ്. ദെൻ നെക്സ്റ്റ് വൺ IFCA, ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ദെൻ 1948 ന്യൂഡൽഹി. ദെൻ IFCയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് ഏതൊക്കെ നമുക്ക്? പ്രൊവൈഡ് ഫിനാൻഷ്യൽ സർവീസസ് ഫെസിലിറ്റി, ദിസ് ഓൾസോ ബി ഇൻഡസ്ട്രിയൽ ഫിനാൻസ്. ദെൻ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ്, അണ്ടർ റൈറ്റിംഗ് ഷെയർസ് ഒക്കെ സഹായിക്കുന്നു. ഗ്യാരണ്ടി സബ്സ്ക്രൈബ് ഷെയർസ്, അഡോപ്റ്റ് പ്രൊമോഷണൽ സ്കീംസ്, പ്രൊവൈഡ് സബ്സിഡീസ് ഫോർ ദ വുമൺ എന്റർപ്രണർഷിപ്പ്. സ്ത്രീകളുടെ എന്റർപ്രണർഷിപ്പിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ലോൺ കൊടുക്കുന്നുണ്ട്. മോഡേണൈസേഷൻ സ്മോൾ സ്കെയിൽ യൂണിറ്റ്സിനെ മോഡേണൈസേഷനും ഏത് സഹായിക്കുന്നു? IFC ലോൺ കൊടുക്കുന്നു. SIDB, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, 1990. SIDB സ്മോൾ ബാങ്കുകൾക്ക്, അതായത് സ്മോൾ ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് SIDB എന്ന് പറയുന്നത്, 1990.
ഹോളി ഓൺഡ് സബ്സിഡറി ഓഫ് IDB ഹോളി ഓൺഡ് സബ്സിഡറി ഓഫ് IDB. IDBയുടെ ഭാഗമായിട്ടുള്ള ചെറിയ ഭാഗമാണ് SIDBI എന്ന് പറയുന്നത്. IDBയുടെ സബ്സിഡറിയാണ് SIDBI എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് നോക്കും. ടു ടേക്ക് ഇനീഷ്യൽ സ്റ്റെപ്സ് ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ ഓഫ് ദ സ്മോൾ യൂണിറ്റ്സ്. ഓക്കെ, ടെക്നോളജിക്കൽ, അതായത് ടെക്നോളജി പരമായിട്ട് സ്മോൾ യൂണിറ്റ്സിനൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് അത് സഹായിക്കും, SIDBI സഹായിക്കുന്നു. പ്രൊമോട്ട് എംപ്ലോയ്മെന്റ് ഓറിയന്റഡ് ഇൻഡസ്ട്രി സെമി അർബൻ ഏരിയസ്, അതായത് അധികം അർബൻ ഏരിയാസ് അല്ല, പകുതി നഗരപ്രദേശം, അതായത് അധികം മുഴുവനായിട്ട് നഗരപ്രദേശം എന്ന് പറയാൻ വേണ്ടി പറ്റില്ല, പകുതി നഗരപ്രദേശത്തിലേക്ക് അവിടെയുള്ള സെമി ഇൻഡസ്ട്രീസിനെ സഹായിക്കുന്നു. ടു എക്സ്പാൻഡ് ചാനൽസ് ഓർ മാർക്കറ്റിംഗ് പ്രൊഡക്റ്റ് സ്മോൾ സ്കെയിൽ സെക്ടറിന് മാർക്കറ്റിംഗിന് അവിടെയുള്ള പ്രൊഡക്റ്റിനൊക്കെ മാർക്കറ്റിംഗ് സഹായിക്കുന്നു. MSME മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസിനെ സഹായിക്കുന്നു. മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസ്, MSME എന്ന് പറഞ്ഞാൽ എന്താ? സ്മോൾ സെക്ടർ. ടു പ്രൊവൈഡ് ഷോർട്ട് ടേം ലോൺസ് ഇൻ ദ ഇൻഡസ്ട്രീസ് ആൻഡ് ലൈക്ക് യു ക്യാൻ സീ ദാറ്റ് അനദർ പോയിന്റ് യു ക്യാൻ റെഫർ ഇറ്റ് അറ്റ് യുവർ സബ്സിഡറീസ് ഓഫ് SIDBI വെഞ്ചർ ക്യാപിറ്റൽ 1999, ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട്, ഇതൊക്കെ സബ്സിഡറീസ് ആണ്. ദെൻ ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ട്രസ്റ്റ് ഫോർ ദ മൈക്രോ ആൻഡ് സ്മോൾ എന്റർപ്രൈസസ്, ഇന്ത്യ SME ടെക്നോളജി സർവീസ് ലിമിറ്റഡ്, ഇന്ത്യ SME അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി ലിമിറ്റഡ്, മുദ്ര മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി ലിമിറ്റഡ്. ഇതൊക്കെ ഇതിന്റെ SIDBIയുടെ കീഴിൽ വരുന്നതാണ്. ദെൻ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ SFC. ദെൻ IFCയുടെ ഭാഗമായിട്ടുള്ള IFCയുടെ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, ഓക്കെ. IFCയുടെ കീഴിൽ വരുന്നതാണ് SFC, സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. ഓക്കെ. ദെൻ ഓൾ സ്റ്റേറ്റ്സ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ദ, ഓരോ സ്റ്റേറ്റിലും സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ 1951 വന്നത്. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഉണ്ട്. കൺസെഷൻ അസിസ്റ്റൻസിൽ, അതായത് ചെറിയ റേറ്റിൽ ലോൺ കൊടുക്കും, ഈ ബാക്ക്വേർഡ് ഏരിയാസിൽ ലോൺ കൊടുക്കും, സോഫ്റ്റ് ലോൺ കൊടുക്കും. സോഫ്റ്റ് ലോൺ എന്ന് പറയുന്നത് ചെറിയ ഇൻട്രസ്റ്റ് റേറ്റിലൊക്കെ കൊടുക്കും, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഹോളിഡേ ഒക്കെ കൊടുക്കും. ലോവർ മാർജിൻ ഈസ് റിഡ്യൂസ്ഡ് ആൻഡ് റിഡ്യൂസ്ഡ് സർവീസ് ചാർജസ്, അധികം ചാർജസ് ഒന്നും അവർ ഈടാക്കാറില്ല. ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിനാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. ദെൻ NABARD, നാഷണൽ ബാങ്ക് ഫോർ ദ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, 1982 അപ്പെക്സ് ബാങ്ക് ഫോർ ദ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഒരു അഗ്രികൾച്ചർ ഏരിയ ആണ്. ചെയർമാൻ RBI, ഡെപ്യൂട്ടി മാനേജർ, 3 nominees ഓഫ് ദ RBI and സെൻട്രൽ ഗവൺമെന്റ്. ദിസ് ഈസ് ദ മാനേജ്മെന്റ് ഓഫ് NABARD. ഈ 2 പോയിന്റ്സ് തന്നെ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതിയോ. ദെൻ ഫങ്ഷൻസ് ഓർ ഒബ്ജക്റ്റീവ്സ്, എനിത്തിങ് അബൌട്ട് ദ NABARD. വേരിയസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ പ്രൊമോട്ട് പ്രൊമോട്ട് ചെയ്യുന്നു, ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. റൂറൽ ഡെവലപ്മെന്റ്, അതിൻ്റെ പേരിൽ തന്നെ ഉണ്ടല്ലോ NABARD, റൂറൽ ഡെവലപ്മെന്റ് ആണ് പ്രധാനമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം ക്രെഡിറ്റ് ടു ദ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിനെയും റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. കോർഡിനേറ്റ് ഓപ്പറേഷൻസ് ഓഫ് ദ റൂറൽ ക്രെഡിറ്റ് ഏജൻസീസിനെ സഹായിക്കുന്നു. കോഓപ്പറേറ്റീവ് ബാങ്കിന് ലോൺ കൊടുക്കുന്നു. അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി സഹകരണ ബാങ്കുകൾക്ക്, അതുപോലെ തന്നെ ഇൻസ്പെക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ റീജിയണൽ റൂറൽ ബാങ്കിൻ്റെയൊക്കെ നോക്കുന്നത് ആരാണ്? NABARD ആണ്. ട്രെയിനിങ് ആൻഡ് റിസർച്ച് ഇൻ റൂറൽ ഏരിയ പ്രോബ്ലം പരിഹരിക്കാൻ വേണ്ടി റിസർച്ച് ഒക്കെ നടത്തുന്നു. ദാറ്റ്സ് ഓൾ അബൌട്ട് ദ തിങ്സ്. എക്സിം ബാങ്ക്, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക്, 1982 എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിനാൻസ് കൊടുക്കുക, അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഫിനാൻസ് കൊടുക്കുക, അതൊക്കെയാണ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ്. ദെൻ എക്സിം ബാങ്ക് ഫംഗ്ഷൻസ്, ഫിനാൻഷ്യൽ ഹെൽപ്സ് ടു എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, എക്സ്പോർട്ട് ചെയ്യാൻ ഇമ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്നു. ഇറക്കുമതി കയറ്റുമതിക്ക് സഹായിക്കുന്നു. പ്രൊവൈഡ് ഫിനാൻസ് ഹെൽപ്സ് ടു എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് മെഷീനറീസ്, ഫിനാൻസിംഗ് ഓഫ് ജോയിന്റ് വെഞ്ചർ, ഫോറിൻ കൺട്രീസ് ഇങ്ങോട്ട് വരാനൊക്കെ സഹായിക്കുന്നുണ്ട്. ഫോറിൻ കൺട്രീസ് ഇങ്ങോട്ട് ജോയിന്റ് വെഞ്ചർ, ഇവരുമായിട്ട് കമ്പനീസ്, ഒരു ഫോറിൻ കമ്പനി ഇന്ത്യൻ കമ്പനി കൊളാബറേറ്റ് ചെയ്ത് ഒരു പുതിയ കമ്പനി അമാൽഗമേഷൻ പോലെ ഉണ്ടാവും. അതിനൊക്കെ സഹായിക്കുന്നത് ആരാണ്? എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക്. അണ്ടർടേക്കിംഗ് ലിമിറ്റഡ് മെർച്ചൻസ് ഓഫ് ആക്ടിവിറ്റീസ്. ഓക്കെ. ദെൻ പ്രൊവൈഡ് ടെക്നിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻസ് കൊടുക്കുന്നു. ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഏരിയയിൽ ടെക്നിക്കൽ അസിസ്റ്റൻസും കൊടുക്കുന്നു. The next one, NHB, National Housing Bank, 1980. It's an apex institution in the matter of housing finance. Then it started function 9th July 1988 and wholly subsidiary of RBI. The main objective is to provide housing finance all over India. The remote ഹൗസിംഗ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബോത്ത് ലോക്കൽ ആൻഡ് റീജിയണൽ ലെവൽസിന് ഹൗസിംഗ് ഫിനാൻസ് കൊടുക്കാനുള്ള, വീട് വെക്കാനുള്ള ഫിനാൻസ് കൊടുക്കാന്നുള്ളതാണ്. ഹൗസിംഗ് ക്രെഡിറ്റ് കൊടുക്കുന്നു, ഹൗസിംഗ് ക്രെഡിറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ ടെക്നിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസ് ഫോർ ദ കോർഡിനേറ്റ് ഫോർ ദ ഏജൻസി ഇൻ ദ കോഓപ്പറേറ്റീവ് റൂറൽ ഓർ റീജിയണൽ ഹൗസിംഗ് ഫെസിലിറ്റീസ് ആണ് ഇവർ പ്രധാനമായിട്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അക്കോർഡിംഗ് ടു യുവർ ഓൺ യു ക്യാൻ റൈറ്റ് ഇറ്റ്. യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, UTI. മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു ഭാഗമാണ് UTI എന്ന് പറയുന്നത്. 1964, അതായത് ചാനലൈസേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇവിടെ നടത്തുന്നത്. അതായത് പീപ്പിൾസിന്റെ കയ്യിൽ നിന്ന് പണം പിരിച്ചെടുത്ത്, അതായത് പണം വാങ്ങിയിട്ട് നമ്മൾ പല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, പല രീതിയിൽ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, പല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാണ് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ സഹായിക്കുന്നത്. ചാനലൈസേഷൻ ഓഫ്
ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇവിടെ സഹായിക്കുന്നത്. പ്രൊമോട്ട് സ്മോൾ സേവിങ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നു. ഇറ്റ് എൻകറേജ് സേവിങ്സ് ഓഫ് പീപ്പിൾ. ഇറ്റ് എൻഷുർ ദ സേഫ്റ്റി സേവിങ്സ് ഓഫ് ഇൻഡിവിജ്വൽസ്. ചാനലൈസ് ദ സേവിങ്സ്. ദിസ് വൺ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ചാനലൈസ് ദ സേവിങ്സ്. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്. IFCA നിങ്ങളുടെ സിലബസിൽ ഇല്ല. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫിനാൻസ് കമ്പനി ലിമിറ്റഡ് 1997. ഓൺലി അണ്ടർസ്റ്റാൻഡ് ദ നെയിം ഓൺലി. IDFCA ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫിനാൻസ് കമ്പനി ലിമിറ്റഡ് 1997. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? മ്യൂച്വൽ ഫണ്ട് മീൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. മ്യൂച്വൽ ഫണ്ട് ഇസ് എ ട്രസ്റ്റ് ദാറ്റ് പൂൾസ് ടുഗദർ സേവിങ്സ് ഓഫ് എ നമ്പർ ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഹു ഷെയർ എ കോമൺ ഫിനാൻഷ്യൽ ഗോൾ. അതായത് പല രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ചാനലൈസ് ദ ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മളൊരു ചിലപ്പോൾ നമ്മൾ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യും, ഷെയർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും, അങ്ങനെ പല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ നഷ്ടം കുറയ്ക്കുന്നതിന് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയാം. ചാനലൈസേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻസ് നോക്കുക, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് നോക്കുക. മൊബിലൈസേഷൻ സേവിങ്സ് മൊബിലൈസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നു. ഡൈവേഴ്സിഫിക്കേഷൻ പല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. റിസ്ക് കുറക്കുന്നു. ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. എക്കണോമിക് ഡെവലപ്മെന്റ്, അതായത് ടാക്സ് ബെനിഫിറ്റുള്ള സെക്യൂരിറ്റീസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. എക്കണോമിക് ഡെവലപ്മെന്റ്സ് ആയത് ലോ ട്രാൻസാക്ഷൻ കോസ്റ്റ് ലോ ആണ്. ഇൻവെസ്റ്റ്മെന്റ് പ്രൊട്ടക്ഷൻ, ബെറ്റർ ലിക്വിഡിറ്റി, പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ വേണ്ടി പറ്റുന്നു. പ്രൊഫഷണൽ മാനേജ്മെന്റ് ഇതിലുണ്ട്. ചാനലൈസേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ചാനലൈസേഷൻ മീൻസ് പല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് വൺ, ഹൗ mutual fund is working. Actually, investors, fund managers, security, return. This is actually the circle of മ്യൂച്വൽ ഫണ്ടിന്റെ സർക്കിൾ ആണിത്. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് വരച്ച് വെച്ചാൽ മതി. ഇതിൽ ഈ ഒരു ഇടയ്ക്കുള്ള പോയിന്റ് എഴുതി വെച്ചാലും കുഴപ്പമില്ല. ജസ്റ്റ് ഈ ഇൻവെസ്റ്റേഴ്സ്, ഫണ്ട് മാനേജർ, സെക്യൂരിറ്റീസ് ആൻഡ് റിട്ടേൺസ്. ആക്ച്വലി യു ഷുഡ് റൈറ്റ് ദീസ് പോയിന്റ്സ്. ഓക്കെ, ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ്. You can refer it at your own. നിങ്ങൾക്ക് തന്നെ റെഫർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന പോയിന്റ്സ് ആണ് ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്. സ്ട്രക്ചർ ഓപ്പൺ എൻഡഡ്, ക്ലോസ് എൻഡഡ്. സ്ട്രക്ചർ ഓൺ ദ ബേസ് ഓഫ് സ്ട്രക്ചർ എന്നനുസരിച്ച് ഓപ്പൺ എൻഡഡ്, ക്ലോസ് എൻഡഡ്. ഇന്റേണൽ ഫണ്ട്സ് അല്ലേ. ഇന്റേണൽ ഫണ്ട്സ്. ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ്സ്, ഗ്രോത്ത് ഫണ്ട്സ്, ഇൻകം ഫണ്ട്സ്, ബാലൻസ്ഡ് ഫണ്ട്സ്, മണി മാർക്കറ്റ് സ്കീം. അതേഴ്സ് ടാക്സ് സേവിംഗ് സ്കീംസ്, ഇൻഡെക്സ് സ്കീംസ് ആൻഡ് സെക്ടർ സ്പെസിഫിക് സ്കീം. ഓപ്പൺ എൻഡഡ് മീൻസ് ആർക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആണ് ഓപ്പൺ എൻഡഡ് എന്ന് പറയുന്നത്. ക്ലോസ്ഡ് എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇൻവെസ്റ്റേഴ്സിന് മാത്രം, അധികം ലിമിറ്റഡ് പീരീഡിലൊക്കെ ഉള്ളൂ. അതായത് ഒരു ക്ലോസ്ഡ് ആണ്. ക്ലോസ്ഡ് മീൻസ് എന്താ, എല്ലാവർക്കും ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സിസ്റ്റം അല്ല ക്ലോസ്ഡ് എൻഡഡ് എന്ന് പറയുന്നത്. ഓപ്പൺ എൻഡഡ് മീൻസ് എവ്രി വൺ ക്യാൻ. ഓക്കെ. ഇക്വിറ്റി ഫണ്ട്സ്, ഡെപ്റ്റ് ഓറിയന്റഡ് ഫണ്ട്സ്, അങ്ങനെ പല രീതിയിൽ ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മുടെ സിലബസിൽ പറയുന്നില്ല. ബാലൻസ്ഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ പല രീതിയിൽ, അതായത് ഇക്വിറ്റി ഉണ്ടാവും, ഡെപ്റ്റ് ഉണ്ടാവും, അങ്ങനെ പല രീതിയിൽ. ഗ്രോത്ത് സ്കീംസ് എന്ന് പറഞ്ഞാൽ ഓൾസോ നോൺ ഇക്വിറ്റി സ്കീംസ്. Income schemes, money market schemes, index schemes, tax saving schemes. Just understand the name. Sector specific schemes. Invest in the some of the sector. Pharmaceutical, software, അങ്ങനെ പല സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ് അല്ലേ, FMCG. ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്, ഐ തിങ്ക്. ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ് എപ്പോഴും കൺസ്യൂമർ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ഗുഡ്സ്, ദാറ്റ് ഈസ് ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് ആ. അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സം ഓഫ് ദ സെക്ടർ, ദാറ്റ് മീൻസ് സോഫ്റ്റ്വെയർ സെക്ടർ, ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ, അങ്ങനെയുള്ള സെക്ടറിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് സെക്ടർ സ്പെസിഫിക് സ്കീംസ്. ദെൻ AMFI, മ്യൂച്വൽ ഫണ്ടിനെ റെഗുലേറ്റ് ചെയ്യുന്നത് AMFI, അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യ. അതായത് ആക്ച്വലി മ്യൂച്വൽ ഫണ്ട്സിനെ റെഗുലേറ്റ് ചെയ്യുന്നതാണ് AMFI. അതിൻ്റെ അപ്പെക്സ് ബോഡി എന്ന് പറയുന്നത് SEBI തന്നെയാണ്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ്. AMFI എന്ന് പറഞ്ഞാൽ അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ ഒന്ന് കാര്യമായിട്ട് SEBI പറഞ്ഞ റൂൾസൊക്കെ നടത്തുന്നുണ്ടോ നോക്കുന്നതാണ് AMFI എന്ന് പറയുന്നത്. 1995 ഫംഗ്ഷൻ നോക്കാം. മ്യൂച്വൽ ഫണ്ട് ഡെവലപ്പ് ചെയ്യുക, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ്സ് ഇൻ മ്യൂച്വൽ ഫണ്ട് കൊണ്ടുവരിക, പ്രൊഫഷണൽ മാനേജ് കൊണ്ടുവരിക, AMFI കോഡ്സ്, എത്തിക്സ് ഇൻ മ്യൂച്വൽ ഫണ്ട്, പ്രൊവൈഡ്സ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. ദെൻ SEBI ഗൈഡ്ലൈൻസ് ഇൻ മ്യൂച്വൽ ഫണ്ട്. SEBI ഗൈഡ്ലൈൻസ് ഇൻ മ്യൂച്വൽ ഫണ്ട്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ഉണ്ടല്ലോ ഇനി പഠിക്കാൻ. നോക്കാം, സ്പീഡാക്കാം. 5 minutes I will complete this session. 1 മണിക്കൂർ കഴിഞ്ഞല്ലേ. 5 minutes please wait. SEBI guidelines. SEBI guidelines regulations of mutual fund, registration of mutual funds with SEBI. SEBIയിൽ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അതായത് രജിസ്ട്രേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് വിത്ത് SEBI. ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ബോറോയിങ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതായത് റെഗുലേഷൻ, സം ഓഫ് ദ റെഗുലേഷൻസ് ആർ പ്രിസ്ക്രൈബ്ഡ് ബൈ SEBI. ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ഓറിയന്റഡ് സ്കീം SEBI ഗൈഡ്ലൈൻസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് വാല്യുവേഷൻ പോളിസീസ് ഒക്കെ SEBI പറയുന്നത് പോലെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ക്ലോസ് എൻഡഡ് ആൻഡ് ഓപ്പൺ എൻഡഡ് സ്കീമിലൊക്കെ SEBI പറയുന്നത് പോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. കോഡ് ഓഫ് കണ്ടക്ട്സ് മ്യൂച്വൽ ഫണ്ടിൽ SEBI പറഞ്ഞിട്ടുണ്ട്. അതായത് ലൈക്ക് നമ്മളിപ്പോൾ കോഡ് ഓഫ് കണ്ടക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്തോ കോളേജിൽ പോകുന്ന സമയത്തൊക്കെ നമ്മളോട് പറയില്ലേ, 9 മണിക്ക് ക്ലാസ് തുടങ്ങും, 9:30 ക്ലാസ് തുടങ്ങും, 10 മണിക്ക് ക്ലാസ് തുടങ്ങും, 10 മണിക്ക് മുമ്പ് നിങ്ങൾ കയറണം, ക്ലാസ് കയറണം എന്നൊക്കെ പറയില്ല. അതേപോലെ ലൈക്ക് കോഡ് ഓഫ് കണ്ടക്ട് ഈസ് ഹിയർ ഓൾസോ, ദാറ്റ് ഈസ് ഇൻ മ്യൂച്വൽ ഫണ്ട് ഓൾസോ. Then the constitution and management of mutual funds as per the regulation 14, here regulation 44, investment and borrowing restrictions 44, and the constitution and management of mutual fund regulation 14. Some of the regulations that you should remember.
Real estate mutual fund schemes and inspection audit regarding mutual funds and the schemes of mutual funds and the rules, and then general obligations regarding mutual fund and investment rules and the valuation norms. Okay, then next one, pension fund. Type of pension plans ഒരുപാട് pension plans ഉണ്ട്. Definite pension plans ഉണ്ട്, defined pension plans and defined contribution, like that pension hybrid pension plan ഉണ്ട്. നമ്മുടെ പെൻഷൻ പ്ലാൻ പ്രധാനമായിട്ട് PFRDA ആണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത്. പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി, ദാറ്റ് ഈസ് PFRDA. PFRDA എന്ന് പറഞ്ഞാൽ പെൻഷൻ ഫണ്ട്സ് ആൻഡ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി, അതായത് പെൻഷൻ സെക്ടറിന്റെ ഹയസ്റ്റ് അതോറിറ്റിയാണ്. പെൻഷൻ സ്കീമിന് ഫംഗ്ഷൻസ് നോക്കാം. റെഗുലേറ്റ് ദ നാഷണൽ പെൻഷൻ സ്കീം, NPS സ്കീം, നാഷണൽ പെൻഷൻ സ്കീം. ഡിഡക്ഷൻ കിട്ടുന്നൊരു നമ്മൾ ഇൻകം ടാക്സിൽ പഠിക്കുന്നത് നാഷണൽ പെൻഷൻ സ്കീമിന് ഒരു ഡിഡക്ഷൻ ഉണ്ട്. ദെൻ എഡ്യൂക്കേറ്റിംഗ് ദ സബ്സ്ക്രൈബേഴ്സ് ആൻഡ് ജനറൽ പബ്ലിക് ഓൺ ദ ഇഷ്യൂ റിലേറ്റിംഗ് ദ പെൻഷൻ, അതായത് പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് എങ്ങനെയാണ് പെൻഷൻ കിട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ PFRDA പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ചെയ്യുന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്റ് ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ദ ഇന്റർമീഡിയറ്റ്സ് ആൻഡ് സബ്സ്ക്രൈബേഴ്സ്, എസ്റ്റാബ്ലിഷ്മെന്റ് മെക്കാനിസം ഫോർ ഗ്രീവൻസ്, അതായത് എന്തെങ്കിലും അതായത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട്. അപ്പെക്സ് ബോഡി ഇൻ ദ പെൻഷൻ സെക്ടർ, ദീസ് ആർ ദ വൺ. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ട്, എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ട്. പെൻഷൻ ദാറ്റ്സ് പ്രൊവിഡന്റ് ഫണ്ട് മീൻസ് ലൈക്ക് നമ്മൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലംസം എമൗണ്ട് കിട്ടും. റിട്ടയർമെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സാലറിയിൽ നിന്ന് അവരിപ്പോൾ PF ഇപ്പോൾ എന്തെങ്കിലും ഡിഡക്ട് ചെയ്തെടുക്കും, അതായത് ഓരോ മാസം നമ്മൾ ഡിഡക്ട് ചെയ്തെടുക്കും. അങ്ങനെ ഫൈനൽ ആവുന്ന സമയത്ത് നമുക്ക് എന്തും ഒരു എൻറ്റയർ എമൗണ്ട്, ഫുൾ എമൗണ്ട് കിട്ടും. ദാറ്റ് ഇസ് പ്രൊവിഡന്റ് ഫണ്ട്. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ട്, എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ട്, റെക്കഗ്നൈസ്ഡ് ഉണ്ട്, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്, അണ്ടർ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ്, പല രീതിയിലുള്ള പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ട്. ദെൻ ഇൻഷുറൻസ് കമ്പനീസ്, പബ്ലിക് ഇൻഷുറൻസ് സെക്ടർ ഉണ്ട്, പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനീസ്, ലൈക്ക് ദാറ്റ്. IRDA ഇൻഷുറൻസ് കമ്പനി റെഗുലേറ്റ് ചെയ്യുന്നത് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി, 1999 ഹൈദരാബാദ്. IRDA ആണ് ഇതിനെ ഇൻഷുറൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. മെയിൻ ഒബ്ജക്റ്റീവ് ഈസ് ടു പ്രൊവൈഡ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് അതർ, അതായത് ഇവിടെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫംഗ്ഷൻസ് ആൻഡ് ഡ്യൂട്ടീസ്. ഫംഗ്ഷൻസ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് IRDA സെക്ഷൻ 14 ഇതൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ രജിസ്റ്റർ റെഗുലേറ്റഡ് ഇൻഷുറൻസ് കമ്പനി രജിസ്റ്റർ ചെയ്യുന്നു, റെഗുലേറ്റ് ചെയ്യുന്നു. പ്രൊട്ടക്ടിംഗ് ദ പോളിസി ഹോൾഡേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, ഇൻഷുറൻസ് പോളിസി എടുത്തവരെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ലൈസൻസിനെ എസ്റ്റാബ്ലിഷ് നോംസ് ഓഫ് ഇൻഷുറൻസ് ഇന്റർമീഡിയറീസ്, പ്രൊമോട്ടിംഗ് പ്രൊഫഷണൽ ഓർഗനൈസേഷൻ ഇൻഷുറൻസ് ആൻഡ് റെഗുലേറ്റിംഗ് ദ ഓവർസീയിങ് പ്രീമിയം റേറ്റ്സ് ആൻഡ് ടേംസ് ഓഫ് ഇൻഷുറൻസ് കവേഴ്സ്, സ്പെസിഫൈങ് ദ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ദ നോംസ് ഓഫ് ഇൻഷുറൻസ് കമ്പനീസ്, അതായത് ഇൻഷുറൻസ് റൂൾസും കാര്യങ്ങളൊക്കെ ഇൻഷുറൻസ് കമ്പനീസിനെ അറിയിക്കുന്നു. ദെൻ പോളിസി ഹോൾഡേഴ്സിന് ആവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അതൊക്കെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. ദെൻ മെയിൻ്റനൻസ് ഓഫ് സോൾവൻസി മാർജിൻ ഓഫ് ഇൻഷുറൻസ് കമ്പനീസ് ആൻഡ് എൻഷുറിംഗ് ദ ഇൻഷുറൻസ് കവറേജ് ഇൻ റൂറൽ ഏരിയാസ്, ഗ്രാമപ്രദേശങ്ങളിൽ ഇൻഷുറൻസ് ഏരിയാസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു IRDA. ഓക്കെ, ഐ തിങ്ക് കംപ്ലീറ്റഡ്. ഓക്കെ 1 hour 3 module completed. Okay, so yes, financial markets and institution 1 hour study with me. Mcom 3rd semester revision special package, exam oriented class, exam based class, module 1, module 3, module 4 completed. Okay, bye.